ഇന്ന് ജുമാ ദിവസം ആയതുകൊണ്ട് അതിൻ്റെ മുമ്പ് തീർക്കേണ്ട ഒരു സെഷനാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനാണ്. മലബാർ എഡ്യൂക്കേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ വിലമതിക്കുന്ന ഒരു സെഷൻ കൂടിയാണിത്. നമ്മൾ 4 വർഷമായിട്ട് ഈ മലബാറിലെ വിദ്യാഭ്യാസ അവസരങ്ങളുടെ പോരായ്മകളെക്കുറിച്ചുള്ള പോരാട്ടത്തിലാണ്. അപ്പോൾ അതിൽ മാധ്യമങ്ങളുടെ വലിയ തോതിലുള്ള പിന്തുണ ഓരോ സമയത്ത് ലഭിക്കാറുണ്ട്. ഇപ്പോൾ ഈ വർഷമൊക്കെ പുതിയതായിട്ട് 134 ബാച്ചുകൾ ഹയർ സെക്കൻഡറിയിൽ വന്നിട്ടുള്ളത് ഈ മാധ്യമങ്ങളുടെ വലിയ തോതിലുള്ള ഇടപെടലിൻ്റെയും ഒക്കെ ഫലമായിട്ടാണ്. പക്ഷേ പ്രധാനമായിട്ടും ഇതിൽ നമ്മുടെ ഈ ടോപ്പിക്ക് ബേസ് ചെയ്തിട്ട് മാധ്യമങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതാണ്. പ്രത്യേകിച്ച് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിലും ഇക്വിറ്റിയും ഇക്വാലിറ്റിയും. ഇപ്പോൾ മുസ്തഫ സാറെ പ്രസംഗത്തിൽ അവതരണത്തിൽ തന്നെ അതിൻ്റെ ഒരു സൈദ്ധാന്തിക തലമാണ്. അത് കുറച്ചുകൂടി വിപുലമായ ഒരു തലമാണ്. ആ തലത്തിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോകേണ്ടതുണ്ട്. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക സംഘടനയുടെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം ആളുകളുടെ ഒരു പ്രശ്നമല്ലാതെ ഇതിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ പിന്നെ മാധ്യമങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് വരണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇവിടെ തന്നെ ഒരു റിട്ടയർഡ് അധ്യാപകൻ മുഹമ്മദ് മാസ്റ്റർ ഒരു കൺസേൺ പറഞ്ഞു. ഇപ്പോൾ വരുന്ന ടീച്ചേഴ്സ്, അദ്ദേഹം ഒരു ഹെഡ് മാസ്റ്ററായിട്ട് റിട്ടയർ ചെയ്തതാണ്. പൊതുവേ ഉള്ള ഒരു ക്വാളിറ്റി കുറവ്, ഈ ക്വാളിറ്റി കുറവ്, അതുപോലെ നമ്മുടെ പഠിച്ച് ഇറങ്ങുന്ന ഡിഗ്രി വിദ്യാർത്ഥികളുടെയൊക്കെ തന്നെ നിലവാരക്കുറവിനെ കുറിച്ചൊക്കെ വലിയ ചർച്ചകളുണ്ട്. അപ്പോൾ അതിനുള്ള കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഒരൊറ്റ സംഗതി മാത്രം ഇവിടെ സൂചിപ്പിക്കുകയാണ്. അത് കുട്ടികൾ കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഫറൂഖ് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞത്, ഇത്തരത്തിലുള്ള MEMൻ്റെ മലബാർ എഡ്യൂക്കേഷൻ മൂവ്മെൻറ്റിൻ്റെ ഒരു ചർച്ചയിൽ പറഞ്ഞത്, ഫറൂഖ് കോളേജിൽ ഇപ്പോൾ ഓട്ടോണമസ് കോളേജൊക്കെ ആയതിൻ്റെ ശേഷം ഒരു 40 സീറ്റുള്ള ഒരു ഡിഗ്രിക്ക് 2000-3000 കുട്ടികൾ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ നല്ല മാർക്കുള്ള കുട്ടികൾക്ക് മാത്രം അവിടെ കിട്ടുന്നത്. പക്ഷേ ഈ കിട്ടി വന്ന കുട്ടികൾ ഒരു അക്കാദമിക് അന്തരീക്ഷത്തിൽ അല്ല അവിടെ എന്ത് ചെയ്യുന്നത്. അവരുടെ ഒരു പ്രവർത്തനം അങ്ങനെയല്ല, അവരുടെ മനോഭാവം പോലും. അപ്പോൾ അവിടെ നിന്നൊക്കെ എല്ലാം ചോർന്നു പോവാൻ. ഇപ്പം ഈ രീതിയിൽ നമ്മളെ ക്യാമ്പസുകളാവുമ്പോഴാണ് അക്കരപ്പച്ച എന്നുള്ള നിലക്ക് എന്താണ് വിദേശ യൂണിവേഴ്സിറ്റികളിലേക്ക് പായുന്നത്. വിദേശ യൂണിവേഴ്സിറ്റി പോയതിനെ കുറിച്ചാണ് ഇന്നലെ ഇവിടെ പറഞ്ഞത്. എന്താണ് അവിടെ വീട്ടുവേല ചെയ്യുക. ഇതിൻ്റെ ഇടയിലുള്ളൊരു വലിയ പ്രതിസന്ധി ഇല്ലേ, ത്രിശങ്കു അതിലാണ് ഉള്ളത്. ഇപ്പം ഇവിടെ തന്നെ നന്നാവുമല്ലോ, ഇവിടെ നന്നാവാനുള്ള എല്ലാ സ്കോപ്പും ഉണ്ട്. നമ്മളെ തന്നെ ഇങ്ങനെ അത് മാധ്യമങ്ങൾ ഏറ്റെടുക്കണം. ഒരു അന്തിച്ചർച്ച പോലും ഞാൻ അങ്ങനെ പറഞ്ഞതിൽ വിഷമമുണ്ടായിരുന്നു. ഈ വിദ്യാഭ്യാസ നിലവാരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ വിവേചനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇത് ഉണ്ടാകാനുള്ള പശ്ചാത്തലമൊന്നും ഇവിടെ പറയുന്നില്ല. അതിനെക്കുറിച്ചൊന്നും ഒരു ചർച്ചകൾ ഉണ്ടാകുന്നില്ല. അങ്ങനെയുള്ള ചർച്ചകളിലൂടെയൊക്കെ ഇനി ഈ നാട് നന്നാക്കിയെടുക്കണം. ഈ മുസ്തഫ സാർ പറഞ്ഞ മാതിരി ഇതിൻ്റെ ഒരു സൈദ്ധാന്തിക തലത്തെ നമുക്ക് വീണ്ടും പൊതുസമൂഹത്തിൽ എത്തിക്കണം. അതിന് ഇവിടെ എത്തിയിട്ടില്ല. നമ്മൾ വിളിച്ചവരൊക്കെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മീഡിയ വണ്ണിൽ നിന്ന് ജിഷാർ സാറുണ്ട്, അതുപോലെ മാതൃഭൂമിയിൽ നിന്ന് അലൂക്കുട്ട് സാറുണ്ട്, മലയാള മനോരമയിൽ നിന്ന് സഫീന മേഡം ഉണ്ട്, അതുപോലെ ദേശാഭിമാനിയിൽ നിന്ന് ജിജോ സാറുണ്ട്. നമ്മുടെ ഇതിൻ്റെയൊക്കെ എല്ലാ നിലക്കും ഖാദർ പാലായി സാറാണ് ഈ പ്രോഗ്രാമിൻ്റെ പ്രധാനമായിട്ടുള്ള. അതുപോലെ അബ്ദുൽ ലത്തീഫ് നഹ, ഈ ഹിന്ദു പത്രത്തെ, അദ്ദേഹം എല്ലാവർക്കും സുപരിചിതനാണ്. അപ്പോൾ ഖാദർ പാലായി സാറാണ് ഇതിൻ്റെ ഒരു മോഡറേറ്റർ ആയിട്ടുള്ളത്. ഒരു വളരെ ഉത്സാഹപൂർണമായിട്ടുള്ള ഒരു സെഷനായി ഇത് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിർത്തുന്നു. നമസ്കാരം. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ സെഷൻ നമ്മൾക്ക് ഈ ഉച്ചയ്ക്ക് മുമ്പുള്ള സെഷനായതുകൊണ്ട് പെട്ടെന്ന് തീർക്കേണ്ടതുണ്ട്. എങ്കിൽ പോലും നമ്മൾ പരമാവധി ഈ വിഷയം നമുക്ക് നമ്മുടെ നാസർ സാർ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മലബാർ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മലബാർ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ഉൾപ്പെടില്ല എന്ന് നമ്മൾ കൂട്ടാതിരുന്നാൽ തന്നെ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, അപ്പോൾ ഈ ജില്ലകളിൽ മൊത്തം നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു നമ്മുടെ കേരള ജനസംഖ്യ എന്ന് പറയുന്നത് 3,58,00,000. അത് ഈ പറയുന്ന 6 ജില്ലകളിൽ കൂടി
44 ലക്ഷം ആളുകളുണ്ട്. അതായത് ഏറെക്കുറെ 43% ആളുകൾ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് മലബാർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തൃശ്ശൂരും ചില ഭാഗങ്ങളും ഈ മലബാറിലേക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഏറെക്കുറെ പകുതി, അതായത് കേരളത്തിൻ്റെ പകുതിയും താമസിക്കുന്ന ഈ സ്ഥലത്തിനാണ് നമ്മൾ മലബാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മലബാറിൽ ഇപ്പം ഇവിടെ ഇരിക്കുന്ന പാനലിസ്റ്റുകളിൽ എനിക്ക് തോന്നുന്നത് എല്ലാവരും ഈ മലബാറിൽ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കുറവാണ് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും തോന്നുന്നില്ല. ചില വാക്കുകളെ കുറിച്ചാണ് എനിക്ക് തോന്നുന്നു ഇവിടെ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുള്ളത്. ഒന്ന്, അവഗണന എന്ന വാക്കിനോട് എല്ലാവരും യോജിച്ചു കൊള്ളണമെന്നില്ല. അതേസമയം ഇവിടെ സൗകര്യങ്ങൾ കുറവാണ് എന്നുള്ള വിഷയത്തിൽ ഏറെക്കുറെ എല്ലാവരും യോജിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്തവണ നമുക്കറിയാം ഈ +2 വിഷയങ്ങളിൽ വന്ന സമയത്ത് ഭരണകക്ഷി വിദ്യാർത്ഥി സംഘടനകൾ പോലും അതിനെ എൻഡോസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഈ ഒരു വിഷയം ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്. നമ്മൾ സാധാരണ ഈ വിഷയം സംസാരിക്കുന്ന സമയത്ത് ഇവിടെ +2 വിഷയങ്ങൾ മാത്രമാണ് നമ്മുടെ ഒരു ഈ ചർച്ചയിൽ വരാറുള്ളത്. പക്ഷേ +2 മാത്രമല്ല, കോളേജ് വിദ്യാഭ്യാസവും അത് മാത്രമല്ല ഈ മറ്റ് സൗകര്യങ്ങളും, അതായത് സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ, ആ വകുപ്പുകളിൽ ഈ 43% വരുന്ന ഈ ജനതക്ക് ആ വകുപ്പുകളിൽ എല്ലാ വകുപ്പുകളിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ, അതായത് കേരളത്തിൻ്റെ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും കൊടുക്കുന്ന ആ സൗകര്യങ്ങൾ, ആ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടോ എന്നുള്ള പരിശോധന നമുക്ക് വളരെ കൗതുകരമായിട്ടുള്ള റിസൾട്ടാണ് കിട്ടുക. അതുകൊണ്ട് നമ്മൾ ഈ ഇവിടെ ഒരു ഭയങ്കരമായ സംവാദത്തിൻ്റെ ഒരു വിഷയം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ഒരു പൊതുവായിട്ടുള്ള താല്പര്യം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലെ മാധ്യമങ്ങൾ നമ്മുടെ ഈ മലബാറിൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ട് സർക്കാരിനെ നിന്ന് പരമാവധി ഈ മലബാറിന് ഒരു ആനുകൂല്യങ്ങൾ, ഈ ഒരു അവസ്ഥ മാറിക്കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതിലിപ്പോൾ എൻ്റെ ഒരു റോൾ എന്ന് പറയുന്നത് മോഡറേറ്റർ എന്നാണ്. മോഡറേറ്റർ ഒരിക്കൽ പോലും നിഷ്പക്ഷനല്ല. അങ്ങനെ ചില ആളുകൾക്ക് ധാരണയുണ്ട്, മോഡറേറ്റർ എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷനാണ്. ഒരു ദൈവമുണ്ടോ ഇല്ലേ എന്നുള്ളൊരു ചർച്ചയിൽ മോഡറേറ്റർ ഉണ്ടാവാനും ഇല്ലാതിരിക്കാനും സാധ്യതയുണ്ടെന്നല്ല പറയാം. ആൾക്കൊരു പക്ഷം ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു ചർച്ചയിൽ എനിക്കൊരു കൃത്യമായ ഒരു നിലപാടുണ്ട്. ഞാൻ വളരെ നിഷ്പക്ഷനായിട്ടുള്ള ഒരാളല്ല. എൻ്റെ നിലപാട് എന്താണെന്ന് വെച്ചാൽ, ഈ മലബാറിനോട് ഈ അവഗണന എന്നുള്ള വാക്ക് ഒഴിവാക്കാം. മലബാറിന് മതിയായ രീതിയിൽ കിട്ടുന്നില്ല എന്നുള്ളൊരു സംഭവമാണ്. ഇതിൽ പൊതുവെ നമ്മൾ ഒറ്റയടിക്ക് ഈ രാഷ്ട്രീയക്കാർ പറയുന്ന ഒരു സംഭവം വെച്ചാൽ, നിങ്ങൾ ഭരിക്കുമ്പോൾ എന്താക്കുകയായിരുന്നു എന്നുള്ള ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളൊന്നും ഇവിടെ നമ്മൾ വെൽക്കം ചെയ്യുന്നില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിലെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് 7 ലക്ഷമാണ്. സ്ത്രീയും പുരുഷന്മാരായിട്ട് മുസ്ലിം ലീഗിൽ 7 ലക്ഷം പേരാണ്. അതായത് 42 ലക്ഷമാണ് മലപ്പുറം ജില്ലയിലെ ജനസംഖ്യ. അതായത് 35 ലക്ഷം പേരും മുസ്ലിം ലീഗുകാരല്ല എന്നാണ്, മെമ്പർഷിപ്പ് ഇല്ലാത്തവരാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഉത്തരവുമായിട്ട് മലപ്പുറത്തുകാരോട് ചോദിക്കുന്ന സമയത്ത് എന്താണ് പറയാം? കാരണം മലബാറിൽ എല്ലാവരും നമുക്കറിയാം, ഈ ജനങ്ങളിൽ ഈ ആക്റ്റീവ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ മെമ്പർഷിപ്പൊക്കെ ഉള്ള ആളുകൾ വളരെ കുറഞ്ഞ ശതമാനമുള്ളൂ. അപ്പോൾ ഈ വിദ്യാഭ്യാസ സൗകര്യം ഇല്ലാത്തതിൻ്റെ ഒരു കാരണം ഇതാണെന്നൊക്കെ പറയുന്ന ഒരു കാരണം നമുക്ക് പൊതുവായിട്ടുള്ള നമ്മുടെ മലബാറിലെ ജനങ്ങൾക്ക് കേൾക്കേണ്ട മറ്റ് പരിഹാരങ്ങളാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് ഒരു ലോട്ടൊന്നും ഇടുന്നില്ല. ഇവിടെ വന്നിരുന്ന ആളുകളിൽ ആദ്യമായിട്ട് അങ്ങനെയാണ്. അങ്ങനെ അതുകൊണ്ട് പിന്നെ എന്തെങ്കിലും വിവേചനമൊന്നും കേൾക്കുന്നില്ല. ആദ്യമായിട്ട് ജിഷാറ് വളരെ ചുരുക്കിയിട്ട്, കാരണം നമുക്ക് വീണ്ടും ഒരു 2ാം റൗണ്ടിലേക്ക് വരേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ ചുരുക്കിയിട്ട് ഈ കാര്യത്തിൽ ഈ ഒരു ടോപ്പിക്കിനോട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഒന്ന് സംസാരിക്കുന്നു. മോഡറേറ്റർ പറഞ്ഞു വെച്ചത് അവഗണനയല്ല, എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നാണ്. എന്തോ ഒരു പ്രശ്നമല്ല, അവഗണന എന്ന് ഞാൻ പറയുന്നില്ല, ഇതൊരു വിവേചനമാണെന്നാണ് എൻ്റെ ബോധ്യം. ഇപ്പം അത് മാധ്യമങ്ങളിലുണ്ട്, ഭരണകൂടത്തിൽ നിന്നുണ്ട്,
ഇതിൻ്റെ എക്സിക്യൂട്ടീവിൽ നിന്നുണ്ട്, ലെജിസ്ലേച്ചറിൽ നിന്ന്, എല്ലാ മേഖലയിൽ നിന്നും ഇത് നേരിടുന്നുണ്ട്. ഇപ്പോൾ ഈ വർഷം ജൂലൈ 12-നാണ് കേരളത്തിൽ വിഴിഞ്ഞം തുറമുഖം സ്ഥാപിക്കാൻ വേണ്ടി ഒരു ക്രെയിൻ കൊണ്ടുവന്നത്. ക്രെയിൻ കൊണ്ടുവന്നത് വിഴിഞ്ഞം ആദ്യമായി കപ്പലെത്തി എന്ന് പറയുന്ന വലിയൊരു ആഘോഷമാക്കിയിട്ടാണ് സർക്കാരും മാധ്യമങ്ങളും കൊണ്ടാടിയത്. ഒരുപാട് വാർത്തകളുണ്ടായിരുന്നു, ഒരുപാട് കേരളം ലോകത്തോളം വളർന്നു എന്നൊക്കെ മട്ടിലുള്ള വ്യാഖ്യാനങ്ങൾ. അതുപോലെ തന്നെ ജൂലൈ 12-ലെ പത്രങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സ്വപ്നം തീരമണഞ്ഞു എന്നൊക്കെ, അങ്ങനെ വളരെ ആഘോഷപൂർവമായ അലങ്കാരികമായ തലക്കെട്ടുകളോടെ ഒരുപാട് സൈഡ് സ്റ്റോറികളോടെയാണ് അന്ന് വാർത്ത. എല്ലാ പത്രങ്ങളും, മാധ്യമം ഒഴികെയുള്ള എല്ലാ പത്രങ്ങളുടെയും തലക്കെട്ട് അങ്ങനെയായിരുന്നു. അന്ന് തന്നെയാണ് കേരളത്തിലെ മലബാറിൽ 138 അധിക ബാച്ച് ഹയർ സെക്കൻഡറിക്ക് അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കിയത്. അത് മലബാറിലെ പത്രങ്ങളിൽ പോലും അത് പല പത്രങ്ങളിലും 1-ാം പേജിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പം ഒരു കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് ഒരു തുറമുഖം സ്ഥാപിക്കുന്നു. അത് ഒരു മോശം കാര്യമായിട്ടല്ല, പക്ഷേ അതൊരു സ്വകാര്യ കോടീശ്വരൻ സർക്കാർ ചെലവിലുണ്ടാക്കുന്ന ഒരു തുറമുഖത്തെ ഇവിടുത്തെ സർക്കാരും മാധ്യമങ്ങളും എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? ഈ കേരളത്തിൻ്റെ പകുതി പ്രദേശത്ത് കിടക്കുന്ന മനുഷ്യരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഏറ്റവും മൗലികമായ ഒരു അവകാശവുമായി ബന്ധപ്പെട്ട ഒരാവശ്യത്തെ അല്ലെങ്കിൽ ഒരു സർക്കാർ തീരുമാനത്തെ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നത് ആ ദിവസത്തെ പത്രം എടുത്ത് നോക്കിയാൽ നമുക്ക് വളരെ ക്ലിയറായിട്ട് മനസ്സിലാവും. അപ്പോൾ സത്യത്തിൽ ആ 138 ബാച്ച് അനുവദിച്ചത് പോലും യഥാർത്ഥത്തിൽ ഒരു പരിഹാരമല്ല. പക്ഷേ അതിനു മുമ്പുള്ള കാർത്തികേയൻ കമ്മിറ്റി റിപ്പോർട്ട് നിർദ്ദേശിച്ച ബാച്ചുകളുടെ എണ്ണത്തിൻ്റെ പകുതി പോലും അനുവദിച്ചിട്ടില്ല. അതായത് ഇവിടെ ആവശ്യമുള്ളതിൻ്റെ 1/3 മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് ബാച്ച് അനുവദിക്കുക പോലും ചെയ്തത്. പക്ഷേ അതിൽ തന്നെ സയൻസ് ബാച്ച് ഉണ്ടായിരുന്നില്ല, താൽക്കാലികമായി അനുവദിച്ചു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം മാറ്റിവെച്ചു നിലനിൽക്കെ തന്നെ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നൊരു പ്രതീതിയാണ് അന്നത്തെ പത്രങ്ങൾ യഥാർത്ഥത്തിൽ സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന പ്രശ്നം അവഗണനയാണോ എന്ന ചോദ്യത്തിൽ നിന്ന് ഇത് ആലോചിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് അവഗണനയല്ല, അത് ബോധപൂർവമായ അല്ലെങ്കിൽ എന്തൊക്കെയോ മുൻവിധികളാലുള്ള അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെയും ഒക്കെയുള്ള ഭാഗമായുള്ള ചില ഒരു പ്രശ്നം അതിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വർഷത്തെ വിവാദത്തിൻ്റെ ഇടയിൽ തന്നെ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് നോക്കി നമുക്ക് ഇപ്പോൾ ഞാൻ ഈ വിഷയം ഏതാണ്ട് 2000-ൻ്റെ പകുതിയിലാണ് കേരളത്തിൽ ഇത് ചർച്ചയായി വരുന്നത്. അന്ന് മുതൽ ഇത് ഫോളോ ചെയ്യുന്ന ഇത് എഴുതുന്ന ഒരാളാണ്. അപ്പോൾ ആ നിലയ്ക്ക് എനിക്ക് ഒരുപാട് വ്യക്തിപരമായും അല്ലാതെയൊക്കെയുള്ള എക്സ്പീരിയൻസ് ഇതിൻ്റെ അകത്തുണ്ട്. ഈ വർഷത്തെ ഈ വിവാദത്തിൻ്റെ ഇടയിൽ വിദ്യാഭ്യാസ മന്ത്രിയോട് ഈ പ്രശ്നത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി നിങ്ങൾ മലപ്പുറം വികാരം ഉണ്ടാക്കരുതെന്നാണ്. മലബാറിൽ സീറ്റില്ല എന്ന് ചോദ്യം ഉന്നയിക്കുമ്പോൾ, മാധ്യമങ്ങൾ ഉന്നയിക്കുമ്പോൾ നിങ്ങൾ മലപ്പുറം വികാരം ഉണ്ടാക്കരുത് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന ഒരു മറുപടി. അപ്പോൾ എന്താണ് ഈ മലപ്പുറം വികാരം? മലബാർ എന്ന് പറയുന്ന 6 ജില്ലകളുടെ ഒരു പ്രശ്നം അല്ലെങ്കിൽ 6.5 ജില്ലകളുടെ ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ സവിശേഷമായി മലപ്പുറത്തെ മാത്രം പോയിൻ്റ് ഔട്ട് ചെയ്ത് ആ മലപ്പുറം വികാരം ഉണ്ടാക്കരുത് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ഞാൻ ഇപ്പോഴത്തെ കാലത്ത് അത് വിശദീകരിക്കേണ്ടതില്ല, വളരെ ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന്. ഇത് 2024-ലാണ് ഈ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ +2 വിഷയം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയത് ഏതാണ്ട് ഒരു 2000-ൻ്റെ മധ്യത്തിലാണ്. അപ്പോൾ എൻ്റെ ഞാനത് എഴുതാൻ തുടങ്ങുന്നത് ഈ മലപ്പുറം ജില്ലയിൽ സീറ്റ് കുറവുണ്ട്, മലപ്പുറം ജില്ലയിൽ പഠന സൗകര്യം കുറവുണ്ട് എന്ന് പറഞ്ഞ് മലപ്പുറം ജില്ലയിലെ എനിക്കൊരു SIO ആണെന്ന് തോന്നുന്നു അന്ന് അങ്ങനെ ഒരു ക്യാമ്പയിൻ തുടങ്ങുകയും അതിൻ്റെ ആ വാർത്തയിൽ നിന്ന് ശ്രദ്ധിച്ചിട്ടാണ് മലബാറിൻ്റെ ജില്ല തിരിച്ചുള്ളൊരു സ്ഥിതിവിശേഷത്തെക്കുറിച്ചുള്ളൊരു പഠനത്തിലേക്ക് ഞാൻ എത്തുന്നത്. അപ്പോൾ അന്ന് 2006-ലോ 2007-ലോ മറ്റോ ആണെന്ന് തോന്നുന്നു ഈ അർത്ഥത്തിലുള്ള മലബാറിൽ സീറ്റ് കുറവാണ് എന്ന ഒരു വാർത്ത എഴുതിയപ്പോൾ ഇപ്പോൾ മന്ത്രി പറഞ്ഞതുപോലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെയാണ് അന്നും ഉണ്ടാകുന്നത്. അതായത് ഇതൊരു പ്രാദേശികവാദമാണ് അല്ലെങ്കിൽ ഒരു മറ്റേ വിഭജനവാദമാണ് തുടങ്ങിയ മട്ടിലുള്ള വിമർശനങ്ങൾ. അപ്പോൾ നമുക്കൊരു 20 കൊല്ലം കൊണ്ട് പോലും അല്ലെങ്കിൽ ഒരു 10-15 കൊല്ലം കൊണ്ട് പോലും നമുക്ക് ആ ഒരു പോയിന്റിൽ നിന്ന് പോലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അത് സത്യത്തിൽ എന്താ പറയുക, എന്തുകൊണ്ട് അങ്ങനെ
നമ്മുടെ കാഴ്ചപ്പാടിൽ പോലും, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കാഴ്ചപ്പാടിൽ, മാധ്യമങ്ങളുടെ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്താൻ കഴിയാതെ പോയി എന്നതുകൂടി ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ കണക്കുകൾ പുറത്ത് നേരത്തെ നമ്മളിവിടെ വന്നിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഇതിൻ്റെ കണക്കുകൾ പുറത്ത് വന്ന ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ഒരു വർഷത്തെ SSLC ഫലപ്രഖ്യാപനത്തിൻ്റെ വാർത്താ സമ്മേളനത്തിനിടയിൽ ഈ ഒരു പ്രശ്നം ചോദിച്ച് അന്നത്തെ ഒരു മന്ത്രിയായിട്ട് ഒരുപാട് നേരം വാർത്താ സമ്മേളനത്തിൽ ഒരു തർക്കമുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാദം ഇങ്ങനെ ഒരു പ്രശ്നമില്ല എന്നാണ്. അതായത് ഈ ചർച്ച ഉയർന്നു വന്ന് 2-3 കൊല്ലത്തിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നാണ് അന്നത്തെ ആ സർക്കാരിൻ്റെ മന്ത്രിയുടെ വാദം. ഒരുപാട് തർക്കമുണ്ടായി. ലാസ്റ്റ് ഞാൻ ജില്ല തിരിച്ച് കണക്ക് പുറത്തു വിടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ കണക്കില്ല, അത് തരും, ഉദ്യോഗസ്ഥർ തരുമെന്ന് പറയും. അങ്ങനെ എനിക്ക് ആ കണക്ക് തരുകയൊക്കെ ചെയ്തു. ആദ്യമായിട്ടാണ് അങ്ങനെ സർക്കാർ ഒഫീഷ്യലി ആ കണക്ക് അന്ന് തരുന്നത്. അതുവരെ കൃത്യം നമ്മൾ പല വഴിക്ക് സംഘടിപ്പിച്ച കണക്കുകൾ വെച്ചിട്ടാണ് അതുവരെ വാർത്ത ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പിന്നീട് പക്ഷേ അദ്ദേഹത്തിനെ വിളിക്കുകയും ആ കണക്ക് ശരിയാണ് എന്ന് തിരുത്താൻ നടപടിയെടുക്കുകയും ചെയ്യുന്നൊക്കെ വ്യക്തിപരമായി പറയുകയൊക്കെ ചെയ്തു. പക്ഷേ ഞാൻ പറയുന്നത് ഈ പ്രശ്നത്തെ മനസ്സിലാക്കുന്നതിൽ ഭരണ നേതൃത്വത്തിനും എക്സിക്യൂട്ടീവിനും എല്ലാം ഒരു വഴിക്ക് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മനസ്സിലാക്കിപ്പിക്കുന്നതിൽ മാധ്യമങ്ങൾക്കും പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്നാണ്. ഇത് എല്ലാം കൂടി ചേർന്ന് വരുമ്പോഴാണ് ഇതൊരു വലിയ വിവേചനമായി മാറുന്നത്. വിവേചനമായി മാറുക തിരിച്ചറിയാൻ പോലും പറ്റാത്ത തരത്തിലുള്ള വിവേചനമായി മാറുക. ഈ വിവേചനം നോർമലൈസ് ചെയ്യപ്പെടുക എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. അത് നമ്മൾ ഇന്ത്യയിലെ ജാതിയെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ പറയുന്നൊരു കാര്യമാണ് നോർമലൈസ് ചെയ്യപ്പെട്ടതാണ് എന്ന്. അത് വിവേചനമാണോ അവഗണനയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ നമ്മൾ നോർമലൈസ് ചെയ്യപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഉദ്ധരിച്ച മലപ്പുറം വികാരം ഉണ്ടാക്കരുതെന്ന് മന്ത്രി പറഞ്ഞ അതേ വാർത്താ സമ്മേളനത്തിൽ മന്ത്രിയോട് ഈ കാർത്തികേയൻ കമ്മിറ്റി റിപ്പോർട്ട് റെക്കമെൻഡ് ചെയ്ത തെക്കൻ കേരളത്തിലെ ഒഴിഞ്ഞു കിടക്കുന്ന ബാച്ചുകൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. 25 കുട്ടികളിൽ കുറവുള്ള ബാച്ച് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം എന്ന് ശുപാർശയുണ്ടല്ലോ, അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അതിന് മന്ത്രി പറയുന്ന മറുപടി അത് ആ നാട്ടുകാർ സമ്മതിക്കില്ല എന്നാണ്. അപ്പോൾ അതിൽ തന്നെ വീണ്ടും ചോദ്യം വരുന്നുണ്ട്, എന്തുകൊണ്ട് അപ്പോൾ ഇവിടെ 70 കുട്ടികളൊക്കെ ഇരുന്ന് പഠിക്കുന്നു, അവരെ അക്കോമഡേറ്റ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നില്ലേ? അപ്പോൾ അതിന് മന്ത്രിയുടെ മറുപടി അത് അവർ അഡ്ജസ്റ്റ് ചെയ്യണം, കാരണം ഇവിടെ ഒരുപാട് കുട്ടികൾ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് വലിയ ഭൂപ്രദേശങ്ങളോട് എങ്ങനെയാണ് ഭരണകൂടം അവരുടെ സമീപനം സ്വീകരിക്കുന്നത്? അവിടുത്തെ നാട്ടുകാർ പറഞ്ഞാൽ പ്രശ്നമാവുകയും ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം ഒരു പ്രശ്നമല്ലാതായി തീരുകയും ചെയ്യുന്ന തരത്തിൽ അത് നോർമലൈസ് ചെയ്യപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ നോർമലൈസേഷനിൽ മാധ്യമങ്ങൾ പെട്ടിട്ടുണ്ട്, സർക്കാർ പെട്ടിട്ടുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ പെട്ടിട്ടുണ്ട്. അതിനെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് മാറ്റി കൊണ്ടുവരിക എന്നതാണ് മാധ്യമങ്ങൾ അതിന് മുൻകൈ എടുക്കേണ്ടത്. ആദ്യം തന്നെ മാധ്യമങ്ങൾ സ്വയം മാറുകയോ അവരെ മാറ്റുകയോ ചെയ്യേണ്ടതുണ്ട് എന്നാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. സമയം കഴിഞ്ഞെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. ഇതിൽ നമുക്ക് അടുത്തായി സംസാരിക്കാനുള്ളത് PB ജിജോ, ദേശാഭിമാനിയുടെ പ്രതിനിധിയാണ്. അപ്പോൾ ഈ നിഷാർ പറഞ്ഞ ഒരു വിഷയം തീർച്ചയായിട്ടും PB ജിജോ അഡ്രസ്സ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ഈ മലപ്പുറം വികാരം ഉണ്ടാക്കരുത് എന്നുള്ളൊരു വിഷയം. അത് PB ജിജോയ്ക്ക് തീർച്ചയായിട്ടും അതിനോട് കമൻറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹം കമൻറ്റ് ചെയ്യുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതിലൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, മലപ്പുറം ജില്ലയിൽ മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് 70%. കോഴിക്കോട് ജില്ലയിൽ 33%. അങ്ങനെ അപ്പം ഇങ്ങോട്ടൊക്കെ വയനാട്, കണ്ണൂർ ജില്ലകളിലൊക്കെ മുസ്ലിം ജനസംഖ്യ വളരെ കുറവാണ്, അതായത് 50% താഴെയാണ്. അപ്പം പാലക്കാട് ജില്ലയിൽ വളരെ കുറവാണ്. അപ്പം നമ്മൾ ഈ ഒരു മുസ്ലിം ഇഷ്യൂ ഇതിനാക്കുന്ന സമയത്ത് ഈ മലപ്പുറത്തിൻ്റെ പേരിൽ ഈ മലബാറിലെ ഈ 1.5 കോടി ജനങ്ങളെ ഒരു ജില്ലയിലെ ജനസംഖ്യയുടെ കാര്യം മാത്രം പറഞ്ഞിട്ട് അത് വളരെ വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു വിഷയമാണ്. അതിൽ PB ജിജോ തീർച്ചയായിട്ടും അതുകൂടി ഉൾക്കൊണ്ട് സംസാരിക്കുമെന്ന് വിചാരിക്കുന്നു. സുഹൃത്തുക്കളെ, സമയം കുറവായതുകൊണ്ട് വേഗം ഇതിലേക്ക് കടക്കാം. 1956 നവംബർ 1 കേരളം ഉണ്ടായി. 12 വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം ഒരു വ്യാഴവട്ടത്തിന് ശേഷം രൂപീകൃതമായിട്ടുള്ള സർവകലാശാലയിൽ നിന്നുകൊണ്ടാണ് നമ്മളൊരു വിവേചനം വിദ്യാഭ്യാസ മേഖലയിൽ, സാംസ്കാരിക മേഖലയിൽ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ളത് ചർച്ച ചെയ്യുന്നത്. കേരളം ഉണ്ടായതിനു ശേഷം ആദ്യത്തെ സർവകലാശാല ഉണ്ടാകുന്നത് കാലിക്കറ്റിലാണ്.
നമ്മുടെ ഈ ഇപ്പോഴുണ്ടായിട്ടുള്ളൊരു പിന്നോക്കാവസ്ഥയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യോജിക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു പിന്നോക്കാവസ്ഥ ഉണ്ടാകുമ്പം തന്നെ ഇത് ഏതെങ്കിലും പ്രത്യേക കാഴ്ചപ്പാടിൻ്റെ, പ്രത്യേക രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമാണെന്ന് പൂർണ്ണമായിട്ട് പറയാൻ കഴിയുകയില്ല. കാരണം അതിനൊരു ചരിത്രപരമായിട്ടും സാംസ്കാരികമായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ടാവും. നിങ്ങളെല്ലാവരും ഓർമ്മിക്കുന്നുണ്ടാവും, ഇക്കഴിഞ്ഞ നവംബർ 24 മലബാർ വിദ്യാഭ്യാസ ബോർഡ് നിലവിൽ വന്നതിൻ്റെ, മലബാർ ഡിസ്ട്രിക്റ്റ് ബോർഡ്, മലബാറിലെ ആദ്യത്തെ ജില്ലാ ഭരണകൂടം നിലവിൽ വന്നതിൻ്റെ, തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടം നിലവിൽ വന്നതിൻ്റെ വാർഷികമായിരുന്നു. PT ഭാസ്കർ പണിക്കരുടെ നേതൃത്വത്തിൽ ആദ്യത്തെ മലബാർ ജനകീയ ഭരണകൂടം വന്നതിന് ശേഷമാണ് 6 ജില്ലകളുള്ള മലബാറിനൊരു രാഷ്ട്രീയമായും ഭരണപരമായിട്ടുള്ളൊരു പ്രവേശനം ലഭിക്കുന്നത്. അത്ര വരെ മദ്രാശി സംസ്ഥാനത്തിലെ ഒരു പ്രവിശ്യ പോലെ ഒരു സാമന്ത രാജ്യം മാത്രമായിരുന്നു. അന്നു മുതൽ ചരിത്രപരമായി പിന്നോക്കം കിടക്കുന്ന ഒരു മേഖല. അതിനു മുമ്പ് തന്നെ കേരളം രൂപീകരിക്കപ്പെടുമ്പോൾ കേരള സർവകലാശാലയുണ്ട്. മറ്റ് ഒരുപാട് മുന്നോക്കമുള്ള 2 പ്രാദേശികമായിട്ടുള്ള വലിയ വ്യത്യാസങ്ങൾ ജനസംഖ്യാപരമായിട്ടുള്ള ഇതുണ്ട്. 56 ഇതുണ്ടായി. 57 ആകുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വന്നു. കേരളത്തിൽ ആദ്യമായിട്ട് ഉണ്ടാവുന്ന മെഡിക്കൽ കോളേജാണ്. ഈ രൂപത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ മാറ്റങ്ങൾ വേണ്ടത്ര രൂപത്തിലാണോ, ആവശ്യത്തിന് അനുസൃതമാണോ എന്നുള്ളതിൽ വലിയ ഇതുണ്ട്. ഇവിടെ ഇപ്പം നമ്മുടെ ചർച്ച എന്ന് പറയുന്നത് മലബാർ എന്ന് പറയുന്നതിൽ ഇങ്ങനെ ഒരു പ്രദേശത്തെ കേന്ദ്രീകരിച്ച് പോകുന്നതിൽ വളരെ സാംസ്കാരികമായി, രാഷ്ട്രീയമായി, AI ഒരു കാലത്തൊക്കെ ഉള്ളതിൽ നമ്മൾ വളരെ പ്രാദേശികമായി മാത്രമാണോ നമ്മളൊരു വിഷയത്തെ അഭിസംബോധന ചെയ്യേണ്ടത്? അങ്ങനെ പ്രാദേശികമായിട്ട് മാത്രം അഡ്രസ്സ് ചെയ്യുമ്പോൾ ആരാണ് ഇക്കാലത്ത് പുതിയ സമൂഹ മാധ്യമങ്ങളുടെ കാലത്ത് ആരാണ് അതിൻ്റെ ഗുണഭോക്താക്കളാവുക, അതിൻ്റെ ഉപഭോക്താക്കളാവുക എന്ന് പറയേണ്ടതുണ്ട്. മാധ്യമങ്ങൾ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്ന പറയുമ്പോൾ മാധ്യമങ്ങൾ ഒരിക്കലും സമ്പൂർണ്ണമായിട്ട് ഈ വിഷയത്തോട് ഏതെങ്കിലും ഒരു മാധ്യമം ഇന്നത്തെ കാലത്ത് നീതി പുലർത്തുന്നുള്ള വിശ്വാസം എനിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ വളരെ പ്രാദേശികമായി ജില്ലകൾ തോറും എഡിഷൻ ഇതാക്കുന്ന ഒരു മാധ്യമം ഒരു ജില്ലയിൻ്റെ അപ്പുറത്തുള്ള ഒരു വിഷയത്തിനെ ഒരു സംസ്ഥാന വിഷയമായിട്ട് പോലും അവതരിപ്പിക്കാൻ തയ്യാറാവുന്നില്ല. മാധ്യമങ്ങൾക്ക് അതിന് സാധിക്കില്ല. അതുകൊണ്ട് മാധ്യമങ്ങളിലല്ല വേണ്ടത്. നമുക്ക് ഇങ്ങനെ ഒരു വിവേചനമുണ്ട് എന്നുള്ളതൊരു മൂർത്തമായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. അതിനെ എങ്ങനെ പരിഹരിക്കാം? അതൊരു ജനാധിപത്യപരമായിട്ടുള്ള രീതിയാണ്. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്, ചില വാക്കുകൾ, ചില പ്രയോഗങ്ങൾ, ചില ഭാഷാപരമായിട്ടുള്ള ഇതൊക്കെ തന്നെ പ്രയോഗിക്കുമ്പോൾ വാക്കൊന്ന് തൊടുക്കുമ്പോൾ ഇത് 100 എന്നൊക്കെ പറയുന്ന പോലെ വളരെ സൂക്ഷിച്ചും വളരെ ഇതായിട്ട് ഉപയോഗിക്കേണ്ടത്. കാരണം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ, രാഷ്ട്രീയ കൃത്യതയുടെ ഒരു കാലമാണ്. നമ്മൾ സ്ത്രീകളെക്കുറിച്ച്, ട്രാൻസ്ജെൻഡറുകളെക്കുറിച്ചൊക്കെ മനുഷ്യന്മാരാണെന്ന് മനസ്സിലാക്കുന്നത് തന്നെ വളരെ അടുത്ത കാലത്താണ്. പല പ്രയോഗങ്ങളും വളരെ അപരിഷ്കൃതമാണ്, വളരെ സംസ്കാര വിരുദ്ധമാണെന്ന്. അതുപോലെ ചില പ്രയോഗങ്ങളുണ്ടാവും. ഞാനിപ്പം പറയുന്നത്, നേരത്തെ പറഞ്ഞ മലപ്പുറം എന്ന് പറയുന്ന പ്രയോഗത്തിനെ കുറിച്ച് പറയുമ്പോൾ മലപ്പുറത്തിനെ ദേശീയമായിട്ട് തന്നെ, അന്താരാഷ്ട്രപരമായിട്ട് തന്നെ മലപ്പുറത്തിനെ അവഹേളിക്കാനൊക്കെ നടക്കുന്ന ഇതിന് ആരെങ്കിലും ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത്തരം പ്രയോഗങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ അത്തരം പ്രയോഗങ്ങൾ ആരെങ്കിലും വായിൽ നിന്ന് വീഴുമ്പോഴും അത് മൊത്തം ഒരു രാഷ്ട്രീയ സമൂഹം ഉന്നയിക്കുന്ന പ്രയോഗമാണെന്നുള്ള രൂപത്തിൽ നമ്മൾ കാണുമ്പോഴാണ് നമ്മൾ എവിടെയാണ് നിൽക്കേണ്ടി വരുമോ, ആരോടൊപ്പമാണ് ഈ കാര്യങ്ങൾ നമ്മൾ ചേർത്ത് നിർത്തേണ്ടി വരുമോ എന്ന് പറയുന്നത്. കാരണം മലപ്പുറത്തിനെ ദേശീയമായും മൊത്തം അവഹേളിക്കുമ്പോൾ അതിൻ്റെ പൈതൃകത്തിനെയും അതിൻ്റെ ചരിത്രത്തിനെയും സംസ്കാരത്തിനെയും ഉയർത്തിപ്പിടിക്കാനും അതിൻ്റെ ചങ്ങാതിമാരാകാനും തയ്യാറാകുന്ന ആളുകളുണ്ട്. ഇവിടെ ഇപ്പം പറയുന്ന ഇതുപോലെയുള്ള ഒരു പ്രയോഗത്തിൻ്റെ ഒരു ഇരയാണ് ഞാൻ എന്ന് വേണമെങ്കിൽ പറയാം. മലപ്പുറം എന്ന് പറയുമ്പോൾ എന്നെ പത്രങ്ങളുടെ ഉപയോഗിക്കുന്ന ഇതെന്ന് പറയുന്നത് കണ്ണൂർ ലോബി എന്നാണ്. കാരണം ഞാൻ കണ്ണൂരിൽ ജനിച്ചു പോയിട്ടുള്ള ഒരാളാണ്. മലപ്പുറത്താണ് ഇപ്പോൾ വർഷങ്ങളായിട്ട് താമസിക്കുന്നുണ്ടെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ അയൽവാസിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന മാധ്യമങ്ങൾ കണ്ണൂർ ലോബി എന്ന് പറയുന്നുണ്ട്, മാധ്യമങ്ങൾ തന്നെ ഇത്തരം പ്രയോഗങ്ങൾ പറയുന്നുണ്ടാവും. ചില ആളുകൾ പറയും. നമ്മൾ ആ പ്രയോഗങ്ങളിലൂടെ പോയിട്ട് നമ്മൾ എന്താണ് നമ്മുടെ ഉദ്ദേശം, നമ്മുടെ കാഴ്ചപ്പാട് എന്നുള്ളത് പറയാനില്ല. ഇപ്പോഴും ഞാൻ പറഞ്ഞു വന്നിട്ടുള്ള കേരളത്തിൽ പിന്നീട് കണ്ണൂർ സർവകലാശാല ഉണ്ടായി, അങ്ങനെ കേന്ദ്ര സർവകലാശാല കാസർഗോഡ് വന്നു, ചില ഇതുണ്ടായിട്ടുണ്ട്. അതേസമയത്ത് ജനസംഖ്യാപരമായിട്ട് അജഗജാന്തരത്തിലാണ് നമ്മളീ പറയുന്ന 2 പ്രദേശങ്ങൾ തമ്മിലുള്ളത്. ഈ ജനസംഖ്യാപരമായിട്ടുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് സാമ്പത്തികമായിട്ട് നേരെ പിന്നോക്കം നിൽക്കുന്നൊരു പ്രദേശം. 80കളിലെ ഗൾഫ് കുടിയേറ്റം ഉണ്ടായിട്ടില്ലെങ്കിലും മലബാർ എന്ന് പറയുന്നത് ഇപ്പോഴും എവിടെയായിരുന്നു കിടക്കുക എന്നുള്ളതും നമുക്കിങ്ങനെ ചർച്ച ചെയ്യപ്പെടാൻ പറ്റുമോ എന്നുള്ളതുണ്ട്. അങ്ങനെ ചരിത്രപരമായും സാംസ്കാരികമായും ഭൂമിശാസ്ത്രപരമായുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഇത് ഒരു പ്രാദേശികമായിട്ടല്ലെങ്കിലും
കേരളത്തിൽ പിന്നെ നമ്മൾ ഈ പറയുമ്പോഴും തന്നെ നമ്മുടെ ജനപ്രതിനിധികൾ, മലബാറിലെ ജനപ്രതിനിധികളടക്കം സർക്കാർ തരുന്ന കാര്യങ്ങൾ എത്രമാത്രം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ഇതാക്കുന്നത്. 2011 സർക്കാരാണെന്ന് തോന്നുന്നു, സർക്കാർ കോളേജുകളില്ലാത്ത എല്ലാ നിയമസഭാ മണ്ഡലത്തിലും ഒരു സർക്കാർ കോളേജ് ആരംഭിക്കുന്നതിന് വേണ്ടി നിർബന്ധിതമായിട്ട് ഫണ്ട് വകയിരുത്തി അനുവദിച്ചു. നമ്മളെ മലപ്പുറം ജില്ലയുടെ നമ്മുടെ ഓരോ നിയമസഭാ മണ്ഡലത്തിലും നിങ്ങൾ ഇപ്പോഴെടുത്ത് പരിശോധിക്കുക, എത്ര സർക്കാർ കോളേജുകൾ പുതുതായി അനുവദിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ ജനപ്രതിനിധികൾ അതിൻ്റെ താല്പര്യത്തോട് ഉദ്ദേശത്തോട് എത്രമാത്രം നീതി പുലർത്തിയിട്ടുണ്ട് എന്നുള്ളതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടത്. കാരണം നമ്മൾ ആവശ്യങ്ങൾ ഉയർത്തുമ്പോൾ തന്നെ അംഗീകരിക്കപ്പെടുന്നതിനെ വളരെ കൃത്യമായിട്ട് വിനിയോഗിക്കുന്നതിൽ, നടപ്പിലാക്കുന്നതിലും ശ്രദ്ധയുണ്ടോ, അല്ല ഉപരിപ്ലവമായിട്ടുള്ള മുദ്രാവാക്യങ്ങളുടെ പിറകെയാണോ പോകുന്നത് എന്നുള്ളത്. കാരണം NEP എന്ന് പറയുന്ന ഒരു വലിയ പോളിസി വന്ന്, ദേശീയ വിദ്യാഭ്യാസ നയം വന്ന്, അതിലെ കാഴ്ചപ്പാടുകളൊക്കെ വന്നിട്ട് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ അന്തരീക്ഷം, സാമൂഹ്യ വിദ്യാഭ്യാസ നേട്ടങ്ങളൊക്കെ അട്ടിമറിക്കപ്പെടുന്ന ഒരു കാലത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഏത് അന്തരീക്ഷത്തിൽ, ഏത് ആശയ പരിസരത്ത് എന്ന് പറയണം എന്നുള്ളത് കൂടി സൂക്ഷിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ വിഭജനമാകാൻ, വിഘടനവാദമാകാൻ, വിഭാഗീയമാകാനൊക്കെ വളരെ മുദ്രകുത്തപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പോഴും തൃശ്ശൂർ വരെ ഒരു ഫൈൻ ആർട്സ് കോളേജ് ഉണ്ട്. കേരളത്തിലെ കലാകാരന്മാരുടെ എണ്ണെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ സാംസ്കാരിക നഗരം, സാഹിത്യ നഗരം എന്നൊക്കെ പറയും. പക്ഷേ മലബാറിൽ എവിടെയും ഒരു ചിത്രകലാ വിദ്യാലയം, ആർട്സ് കോളേജ് ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ എന്താണോ മൂർത്തമായിട്ടുള്ള ഇതെന്ന് പറയുക, അല്ലാതെ +2 എന്ന് പറയുന്ന മുഴുവൻ കുട്ടികളും +2 പഠിച്ചതുകൊണ്ട് മാത്രമാണോ വിദ്യാഭ്യാസ രംഗത്ത് പ്രവേശിക്കാൻ പറ്റുമോ? മറ്റേത് വേണ്ടേ? ഒരു +2 എന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റ ഇതിലേക്ക് നമ്മുടെ മൊത്തം മുദ്രാവാക്യത്തിനെയും ആശയത്തിനെയും പിടിച്ചു കെട്ടുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണ്? നമ്മൾ മറ്റ് +2 കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകേണ്ടതില്ലേ? ഇപ്പോൾ കേരളത്തിലെ സർക്കാർ കോളേജുകളൊക്കെ തന്നെ കാലിയായിക്കൊണ്ടിരിക്കുകയാണ്, ശൂന്യമായിക്കൊണ്ടിരിക്കുകയാണ്. പലതും ഗേൾസ് ഓറിയൻറ്റഡ്, ഗേൾസിന് ബോർഡില്ലാന്നേ ഉള്ളൂ, ഗേൾസ് കോളേജുകളായി മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. വൈജ്ഞാനിക സമ്പദ്ഘടനയാകാനും കേരളത്തിലാണ് ഇപ്പോഴും 4 വർഷത്തെ ബിരുദം അഴിച്ചു പണിതിട്ടില്ല. അങ്ങനെ ഒരു മാറ്റം വരുന്നുണ്ട്. അതോടൊപ്പം ദേശീയമായിട്ടുള്ളൊരു മാറ്റം വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഈ വിവേചനം എന്ന് പറയുന്ന ആശയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മക്ക് നേതൃത്വം കൊടുത്തവരെയും അഭിവാദ്യം ചെയ്തു. ഞാൻ നേരത്തെ ഈ വിവേചനം എന്ന വാക്ക് ഒഴിവാക്കിയത് യഥാർത്ഥത്തിൽ ഈ PV ജിജോനെ മുന്നിൽ കൊണ്ടുണ്ടായിരുന്നു. പക്ഷെ മൂപ്പര് തന്നെ ഇവിടെ നമ്മൾ മലബാറിനോട് വിവേചനമുണ്ടെന്ന് ഇവിടെ അദ്ദേഹം പറയുകയുണ്ടായി. അത് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു സെഷൻ്റെ ഒരു വിജയമായിട്ട് ഞാൻ തന്നെ കാണാം. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു ഈ മലപ്പുറം എന്നുള്ളൊരു വിഷയത്തെ ഇത് ദേശീയ തലത്തിൽ തന്നെ ഒരു ഡെമണൈസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. അതും വളരെ കൃത്യമായിട്ടുള്ളൊരു നിലപാടാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് ഈ 80കളിലെ ഗൾഫ് കുടിയേറ്റം ആണ് യഥാർത്ഥത്തിൽ ഈ മലബാറിന് മാറ്റം വരുത്തിയതെന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു നിലപാടാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഈ നമ്മുടെ മലബാറിൻ്റെ ഇന്നത്തെ ഇപ്പോൾ കാണുന്ന ഈ പുരോഗതിയെങ്കിലും ഉണ്ടായിട്ടുള്ളത് ഗൾഫ് കുടിയേറ്റം കൊണ്ടാണെന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്നതാണ്. അത് ജിജോ ഇവിടെ ആവർത്തിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്നലെ നമ്മുടെ പ്രൊഫസർ ഇതരാജൻ ഇവിടെ ഒരു സെഷനിൽ പറഞ്ഞു, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗൾഫ് റെമിറ്റൻസ് ഉള്ളത് മലബാറിൽ നിന്നാണ്, പക്ഷെ അതിൻ്റെ റിട്ടേൺസ് കിട്ടുന്നില്ല എന്ന് അദ്ദേഹം ഇവിടെ ഇന്നലെ സമർപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇനി നമ്മളോട് സംസാരിക്കാനുള്ളത് KP സഫീന മലയാള മനോരമയുടെ കോഴിക്കോട് ബ്യൂറോയിലെ റിപ്പോർട്ടറാണ്. നിരവധി ഈ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള നിരവധി റിപ്പോർട്ടുകൾ അവർ ഇതിനകം തന്നെ വായനക്കാരിൽ എത്തിച്ചിട്ടുണ്ട്. സഫീനയ്ക്ക് ഈ ഒരു വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ചും ജിജോ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഈ ചരിത്രപരമായ പിന്നോക്കാവസ്ഥ, നമ്മളിങ്ങനെ ഏതൊരു കാര്യം പറയുന്ന സമയത്തും ഈ ഒരു ആവർത്തനം എത്രത്തോളം ശരിയാണെന്ന് കൂടി, കാരണം ചരിത്രപരമായ പിന്നോക്കാവസ്ഥ എന്ന് പറയുന്ന ഒരു 10ഓ 20ഓ കൊല്ലമൊക്കെ പറയല്ലാതെ ഈ കഴിഞ്ഞ 75 വർഷമായി നമ്മളിത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിൽ എന്താണ് കാര്യം ഒന്നും കൂടി നമ്മുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് മലബാറിൽ അവഗണനയുണ്ടോ വിവേചനമുണ്ടോ എന്നൊക്കെ പറയുന്നതിന് മുമ്പ് ഈ പാനലിലേക്ക് ഒരു വനിതയായിട്ട് എന്നെ ക്ഷണിച്ചതിന് ഞാൻ ആദ്യം നന്ദി പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം വിദ്യാഭ്യാസം ചർച്ച ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് മലബാറിൽ ചർച്ച ചെയ്യുമ്പോൾ അതിൽ സ്ത്രീകളുടെ പ്രാധാന്യം വളരെ നിർണായകമാണ് എന്നാണ് നമ്മുടെ ആർട്സ് കോളേജുകൾ, സയൻസ് കോളേജുകൾ പോകുമ്പോൾ മനസ്സിലാവുക.
പക്ഷേ ഈ പോളിസി മേക്കിങ്ങിൽ ഒരിടത്തും നമ്മൾ ഉണ്ടാവില്ല. കാരണം നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായി ഒരിടത്തും അഡ്രസ്സ് ചെയ്യപ്പെടില്ല. ഇപ്പം മലബാറിൽ വിവേചനം ഉണ്ടെന്ന് ഓൾറെഡി നമ്മുടെ 2 സ്പീക്കേഴ്സ് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇനി അത് എംഫസൈസ് ചെയ്ത് സമയം കളയണ്ടല്ലോ. അപ്പോൾ ആ വിവേചനത്തിൻ്റെ ഏറ്റവും അത് മലബാറിലെ എല്ലാ കുട്ടികളെയും ബാധിക്കുമ്പോൾ പെൺകുട്ടികളെ അത് വളരെ കൂടുതലായി ബാധിക്കുകയും ചെയ്യുക. കാരണം നിങ്ങളുടെ വീടിനടുത്തൊരു സ്കൂളില്ല, ഒരു കോളേജില്ല, ഒരു ഹയർ സെക്കൻഡറി ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും പഠിക്കുന്നുണ്ടെങ്കിൽ അതിൽ പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം മുടങ്ങാനാണ് കൂടുതൽ സാധ്യത. നിങ്ങളുടെ വീടിനടുത്തൊരു കോളേജ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറിയിൽ ഫീസ് കൊടുത്ത് പഠിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിൽ ആ പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം കട്ട് ചെയ്യാനാണ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ഏറ്റവും ആദ്യത്തെ തീരുമാനം ഉണ്ടാവുക. കാരണം പലപ്പോഴും നമ്മുടെ മലബാറിലെ പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്നത് തന്നെ കല്യാണം കഴിക്കുമ്പോൾ പറയാനൊരു അധിക യോഗ്യത എന്നുള്ള നിലയിൽ പലയിടത്തും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് മലബാറിലെ കുട്ടികൾ പൊതുവിൽ അനുഭവിക്കുന്ന വിവേചനത്തിൻ്റെ അപ്പുറത്തേക്ക് മലബാറിലെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന വിവേചനം എന്നുള്ള രീതിയിലാണ് ആ വിഷയത്തെ ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം പൊതുവിലുള്ള കാര്യങ്ങൾ പറയാൻ ഒരുപാട് പേരുണ്ടാകുമ്പം പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അത് കൃത്യമായി തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടണം. അല്ലെങ്കിൽ അത് ഒരുപാട് ശബ്ദങ്ങളുടെ കൂട്ടത്തിൽ അതങ്ങനെ കാറ്റടിച്ച് പോവുകയുള്ളൂ. പലപ്പോഴും നമ്മൾ ഈ പറയുന്ന പോലെ ആകെ നമ്മുടെ മലബാറിലെ വിദ്യാഭ്യാസ പ്രശ്നം മാധ്യമങ്ങൾ ചർച്ച ചെയ്യാനെടുക്കുക +1 പ്രവേശനം വരുന്ന സമയത്ത് മാത്രമാണ്. കാരണം +1 പ്രവേശനം വരുന്ന സമയത്താണ് ഈ വിദ്യാഭ്യാസ പ്രശ്നം കുറച്ചെങ്കിലും അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. ആ സമയത്ത് നമ്മൾ ഇവിടുന്ന് പാസ്സായ കുട്ടികളുടെ കണക്കെടുക്കും, ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകളുടെ കണക്കെടുക്കും, അത്തരം കാര്യങ്ങൾ എടുത്ത് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സ്വയം വിമർശനം എന്നുള്ള അടിസ്ഥാനത്തിലും കൂടി തന്നെയാണ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് മലബാറിലെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ എത്രത്തോളം മുന്നോട്ട് പോകാനുള്ള ഒരു പൊട്ടൻഷ്യൽ നമ്മൾ ഇവിടുന്ന് അവർക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളിലൊക്കെ അത്തരം ചർച്ചകളൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ചില സമയത്ത് നമ്മൾ കൊടുക്കുന്ന വാർത്തകൾ പലപ്പോഴും സ്ത്രീവിരുദ്ധമായി പോകുന്ന തരത്തിൽ പോലും നമ്മൾ വിദ്യാഭ്യാസ മേഖലയിലെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. കാരണം നല്ല അക്കാഡമിക് മികവുള്ള, നന്നായി പഠിക്കുന്ന, നല്ല ഗവേഷണ മികവൊക്കെ ഉള്ള ഒരു പെൺകുട്ടി അവൾക്ക് ഡോക്ടറേറ്റ് കിട്ടിയാൽ വാർത്തയാകുന്നതിനേക്കാൾ കൂടുതൽ അത് വാർത്തയാവുക അവൾ 2 കുട്ടികളുടെ അമ്മയാണ്, എന്നിട്ടും അവൾ ഗവേഷണം നടത്തി വിജയം കണ്ടു എന്ന് പറയുന്നതാണ് അതിനകത്ത് വാർത്തയാവുക. കാരണം അത് യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പുരോഗമനപരമായ ഒരു പെൺകുട്ടിക്ക് മികച്ച നിലവാരത്തിലെത്തി എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് അതിനകത്ത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിനക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പഠിച്ചാൽ മതി എന്നുള്ള ഒരു സ്ത്രീവിരുദ്ധതയാണ് യഥാർത്ഥത്തിൽ നമ്മൾ അതിനകത്ത് കൊടുക്കുക. ആ മെസ്സേജാണ് അതിനകത്ത് അൾട്ടിമേറ്റായിട്ട് സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ അതുകൊണ്ടോ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പറയും, കണ്ടോ അവൾ 2 കുട്ടികളെ നോക്കി വീടും നോക്കി പഠിച്ചിട്ടാണ് അവൾക്ക് ഡോക്ടറേറ്റ് കിട്ടിയത്, അങ്ങനെയാണെങ്കിൽ നിനക്കും പോകാം എന്നുള്ളതാണ്. അതിൻ്റെ ഒരു സമ്മർദ്ദം കൂടിയും സ്ത്രീകളുടെ അടുത്താണ് വരുന്നത്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ച പോയത് മലബാറിലൊരു വിവേചനം ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മൾ വേദനിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ ഒരു മുറിവും പരിചരിക്കാതിരിക്കാറില്ല. കാരണം നമ്മളത് തൊട്ട് വേദനിപ്പിച്ച് ചികിത്സ കൊടുത്ത് തന്നെയാണ് നമ്മളെല്ലാ മുറിവുകളും ഭേദപ്പെടുത്തുന്നത്. അതുകൊണ്ട് വിവേചനം ഉണ്ട് എന്ന് പറയാൻ നമ്മൾ അതിനകത്ത് മടിക്കേണ്ട കാര്യമില്ല. വിവേചനം ഉണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകളെ നമ്മൾ ചികിത്സിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനകളായി മാത്രം പരിഗണിച്ചാൽ മതി. ആ രീതിയിൽ നമ്മൾ ഇതിനെ മുന്നോട്ട് ഇപ്പം പലപ്പോഴും നമുക്ക് പ്രത്യേക പരിഗണന വേണം, അവഗണനയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് പരിഗണന ആവശ്യമുണ്ടോ എന്ന്. അപ്പോൾ പരിഗണന ആവശ്യമുണ്ട് എന്നുള്ളതിന് എനിക്ക് തോന്നിയില്ല. ഞാൻ സമ്പൂർണ്ണമായി മലബാറിൽ മാത്രം വിദ്യാഭ്യാസം നേടിയ ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ സാധാരണ നമ്മുടെ എല്ലാ വീടുകളിലൊക്കെ ഉള്ള പോലെ 9ാം ക്ലാസ് വരെ ഉഴപ്പി പഠിക്കുകയും 10ാം ക്ലാസ്സിൽ മാത്രം നന്നായി പഠിക്കുകയും ചെയ്യുന്ന ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന പോലത്തെ പഠിച്ചു വന്ന ഒരാളാണ്. ആ വർഷത്തിലാണ് മലപ്പുറം ജില്ലയിൽ വിജയബേരി എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പാക്കുന്നത്. 10ാം ക്ലാസ്സിൽ തുടർച്ചയായി ക്ലാസ് ടെസ്റ്റുകൾ, തുടർച്ചയായി മിഡ് ടേം എക്സാമുകൾ, അങ്ങനെ SSLC എക്സാം എഴുതുന്നതിന് തൊട്ട് മുമ്പ് ഒരു 25-30 പരീക്ഷകൾ എഴുതി കഴിഞ്ഞിട്ടാണ് നമ്മൾ SSLC എക്സാം എഴുതിയത്. അതായത് നോർമലി 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ കാര്യമായ ബേസ് ഒന്നും ഇല്ലാത്ത
ഒരു കുട്ടി 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിരുന്നെങ്കിൽ അവർ സഞ്ചരിക്കുന്ന ദൂരത്തിന് ഒരു വളരെ പരിമിതിയുണ്ട്. പക്ഷേ ഈ വിജയഭേരി എന്ന് പറയുന്ന ആ ഒരു പരിഗണന മലപ്പുറം ജില്ലയിൽ നടപ്പാക്കിയ ആ പദ്ധതി എൻ്റെയൊക്കെ റിസൾട്ടിനെ ബഹുദൂരം മുന്നിലെത്തിച്ച ഒരു കാര്യമാണ്. അപ്പം ആ പരിഗണന ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചിലപ്പോൾ ഇന്ന് ഇവിടെ സ്പീക്കറായിട്ട് വരില്ലായിരുന്നു. അപ്പം നമുക്ക് പരിഗണന വേണോ അവഗണന ഉണ്ടോ എന്ന് പറയുമ്പോൾ പരിഗണന വേണം എന്ന് പറയാനാണ് നമ്മൾ തീർച്ചയായിട്ടും ശ്രമിക്കേണ്ടത്. ഇനിയിപ്പം +1 +2 സീറ്റുകളുടെ കാര്യം പറയുന്ന പോലെ നമ്മുടെ ഹയർ സ്റ്റഡീസിൻ്റെ കാര്യം പറയുമ്പോഴും കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഒരുപാട് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. പിന്നെ എന്തിനാണ് ഇനിയും അധിക സീറ്റ് അല്ലെങ്കിൽ ഇനിയും അധിക കോളേജുകൾ എന്നുള്ള മറു ചോദ്യമായിരിക്കും ഇതിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വരുന്നത് നമുക്ക്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹയർ സെക്കൻഡറി സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നതെല്ലാം ജനസംഖ്യ കുറഞ്ഞായ നെഗറ്റീവ് പോപ്പുലേഷനിലേക്ക് പോകുന്ന സൗത്തിലെ ജില്ലകളിലായിരിക്കും. ആ ജില്ലകളുടെ അതേ സാഹചര്യം തന്നെയാണ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും. സൗത്തിലെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ആ കണക്ക് വെച്ച് മലബാറിലെ സീറ്റുകളും കൂടി ആഡ് ചെയ്യുമ്പം പിന്നെ എന്തിനാണ് അധികമായിട്ടുള്ള സീറ്റ് എന്നുള്ള ചോദ്യം വരും, അധിക കോളേജ് എന്നുള്ള ചോദ്യം വരും. അപ്പോൾ മലപ്പുറം വികാരം ഇച്ചിരി അല്പം വന്നാലും കുഴപ്പമൊന്നുമില്ല, തെറ്റൊന്നുമില്ല. കാരണം നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞും ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിച്ചും തന്നെ വേണം. കരയുന്ന കുഞ്ഞിന് മാത്രമേ പാലുണ്ടായിട്ടുള്ളൂ. നമ്മൾ മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും ഒക്കെ ചരിത്രത്തിൽ സംഭവിച്ചത് അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം മലബാറിൻ്റെ കാര്യം പറയുമ്പോൾ മാത്രം നമ്മളങ്ങനെ പുറകോട്ട് നീങ്ങേണ്ട കാര്യമില്ല. ഇതിനകത്ത് ഓക്കെ. അപ്പോൾ സമയം കൺക്ലൂഡ് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ ഏതായാലും ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം. നമുക്ക് ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ കോളേജ് എന്നുള്ളത് മാത്രമല്ല, നമ്മൾക്ക് ഇവിടുന്ന് വിദ്യാഭ്യാസ മേഖലയിൽ അത് മാത്രമല്ല നമ്മുടെ അവഗണന എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് 1ാം ക്ലാസ് മുതൽ നമ്മൾ ഇവിടെ നിന്ന് എത്ര കാലം കേരളത്തിൽ വിദ്യാഭ്യാസം നടത്തുന്നുണ്ടോ ആ വിദ്യാഭ്യാസം ഉപയോഗിച്ച് നമുക്ക് ഇന്ത്യയിലെ തന്നെ മികച്ച സർവകലാശാലകളിൽ എത്തിപ്പെടാൻ പറ്റണം, ലോകത്തിലെ തന്നെ മികച്ച സർവകലാശാലകളിൽ എത്തിപ്പെടാൻ പറ്റണം. അങ്ങനെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് നമ്മുടെ അവഗണന ഒഴിവാക്കാനുള്ള അടിസ്ഥാനം. അല്ലാണ്ട് +1ലും +2ലും ഡിഗ്രിക്കും സീറ്റ് ഉണ്ടോ എന്നുള്ളതല്ല നമ്മുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താനുള്ള വഴി. അത്തരത്തിൽ ഗുണമേന്മയുള്ള ഒരു വിദ്യാഭ്യാസം കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ പരിഗണന എന്നുള്ളതുകൊണ്ടുള്ള നമ്മുടെ അജണ്ടയായിരിക്കേണ്ടത്. അതിനുള്ള ബ്ലൂ പ്രിൻ്റ് ആയിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. താങ്ക് യു. സബീന ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിവേചനം എന്നുള്ളത് ഈ അടക്കി ഒതുക്കി ഒളിപ്പിച്ച് വെച്ച് പറയേണ്ട ഒരു കാര്യമല്ല, ഉറക്കെ തന്നെ പറയണമെന്നാണ്. പിന്നെ അവർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ ഇപ്പം മലബാറിനോടുള്ള ഈ ഒരു വിവേചനം, അതായത് മതിയായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലാത്ത, അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അതിൻ്റെ എന്താ പറയുക പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നത് പുരുഷന്മാരെക്കാട്ടിൽ കൂടുതൽ പെൺകുട്ടികളാണെന്നുള്ളത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. പക്ഷേ ഈ ഒരു അവസ്ഥയെ പോലും ഇതാക്കിക്കൊണ്ട് അവഗണിച്ചുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ കോളേജുകൾ 75% പെൺകുട്ടികൾ തന്നെ പഠിക്കുന്നു എന്നുള്ളത് മലബാറിലെ പെൺകുട്ടികൾ ഒന്ന് തീരുമാനിച്ചുറപ്പിച്ചു എന്നുള്ള അർത്ഥത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കിനി സംസാരിക്കാനുള്ളത് അലവിക്കുട്ടി മാതൃഭൂമിയുടെ റിപ്പോർട്ടറാണ്. അലവിക്കുട്ടി, ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. കാരണം നമ്മൾ പൊതുവെ പറയാറുണ്ട് കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്ന് നമ്മൾ സാറിന് പറയാറുണ്ട്. പക്ഷേ കേരളം മലബാറിനെ അവഗണിക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും പറയാൻ ഈ കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്ന് പറയുന്നവര് കേരളം മലബാറിനെ അവഗണിക്കുന്നു പറയുമ്പം അത് അത്ര ദഹിക്കാറില്ല അവർക്ക്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് പറയുന്നത് നന്നായിരിക്കും. ആദ്യമായി നമ്മുടെ വിദ്യാഭ്യാസ ശാക്തീകരണ പ്രവർത്തന രംഗത്ത് വളരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഈ മൂവ്മെൻറ്റിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന സ്വാതന്ത്ര്യം, സമത്വം പോലെയുള്ള ആശയങ്ങൾ സ്വാതന്ത്ര്യത്തിന് ശേഷവും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിൻ്റെ മറ്റൊരു രീതിയിൽ നാം ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. നമുക്കറിയാം, കോളനി വാഴ്ചയുടെ കാലഘട്ടത്തിൽ, സാമ്രാജ്യത്വത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ
നിഷേധിക്കപ്പെടുകയും പൗരാവകാശങ്ങളൊക്കെ ധ്വംസിക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് നാം പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ആഗോളതലത്തിൽ നോർത്ത് സൗത്ത് ഡിവൈഡ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നിലനിൽക്കുന്നു. നമ്മുടെ കേരളത്തിൻ്റെ പരിസരത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ പരിസരത്തിലൊക്കെ അസമത്വത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സ്വാതന്ത്ര്യബോധം അസമത്വം നിലനിൽക്കുന്ന മറ്റൊരു തലത്തിൽ നിലനിൽക്കുന്ന ഒരവസ്ഥാവിശേഷം, അതിൻ്റെ ഭാഗമാണ് നാം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തുമൊക്കെ ഇന്ന് നിലനിൽക്കുന്ന അസമത്വം എന്ന് പറയുന്നത്. നമുക്കറിയാം, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാത്തരം പരിമിതികളുടെയും അഭാവം ആണ് സ്വാതന്ത്ര്യം. ജനങ്ങളുടെ കഴിവുകളൊക്കെ വികസിപ്പിക്കാനുള്ള സാഹചര്യം കൃത്യമായി ഒരുക്കുക എന്നുള്ളിടത്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യം കുടികൊള്ളുന്നത്. എന്നാൽ ഇന്ന് നാം വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ ബേസിക് നീഡ്സ്, പൗരൻ്റെ ബേസിക് നീഡ്സ് നടപ്പിലാക്കുന്നതിൽ വർഷാവർഷം കാലാകാലങ്ങളിൽ അധികാരത്തിൽ വരുന്ന സർക്കാരുകൾ കൃത്യമായി അലംഭാവം കാണിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് മലബാറിൻ്റെ വിഷയത്തിൽ നമുക്ക് പറയാൻ കഴിയുക. ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് മഞ്ചേരിയിൽ എലംബ്ര എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ഈ എലംബ്ര പ്രദേശത്ത് ഒരു LP സ്കൂളിനായി 1982 അവിടുത്തെ ജനങ്ങൾ പിരിവെടുത്തുകൊണ്ട് 1 ഏക്കർ സ്ഥലം വാങ്ങി സർക്കാരിലേക്ക് ഒരു LP സ്കൂളിനായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ കാലം അത്രയും അത് അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ന് സർക്കാരും ആ പ്രദേശത്തെ ജനങ്ങളും സുപ്രീം കോടതിയിൽ അതിനായി കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സവിശേഷമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വ്യതിരിക്തമായിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇതൊക്കെ കാണിക്കുന്നത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് ഇനിയും ഗ്രാമങ്ങളിൽ പോലും അടിസ്ഥാന സൗകര്യങ്ങൾ, വിദ്യാഭ്യാസം പോലെയുള്ള, ആരോഗ്യം പോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ നമ്മുടെ സർക്കാരുകൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഞാനിതിൽ കാണുന്നത് നമ്മുടെ സർക്കാരുകളെ മാത്രം പഴിക്കുന്ന ഒരു സംഭവമല്ല. മലബാറിലെ പ്രത്യേകമായിട്ടുള്ള ഒരു സാഹചര്യം എടുത്താൽ അവകാശ ബോധത്തെക്കുറിച്ചുള്ള, കൃത്യമായിട്ടുള്ള പൗരാവകാശങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളില്ലാത്ത ഒരു സമൂഹം ഇപ്പോഴും ജീവിക്കുന്ന ഒരു ഇടമാണ് നമ്മുടെ മലബാർ പ്രദേശമെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം രാഷ്ട്രീയക്കാരും അതുപോലെ ഭരണകർത്താക്കളുമൊക്കെ അവർക്ക് മേലുള്ള സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സമ്മർദ്ദ ഗ്രൂപ്പുകളായി അല്ലെങ്കിൽ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ നേടിയെടുക്കുന്നത്. എന്നാൽ മലബാറിലെ ജനങ്ങൾ, നമുക്കറിയാം, 10 വർഷം മുമ്പ് മഞ്ചേരി മെഡിക്കൽ കോളേജ് വന്ന സമയത്ത് ഇന്നും ആ മെഡിക്കൽ കോളേജ് നിലനിൽക്കുന്നത് ഒരു താലൂക്ക് ആശുപത്രിയുടെ നിലവാരത്തിലാണ്. അപ്പോൾ അവിടുത്തെ ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ ഗവേഷണ രംഗത്തും പഠന രംഗത്തുമൊക്കെ, പഠന ഗവേഷണ രംഗങ്ങളിൽ മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ്. എന്നാൽ അവിടെ ഇപ്പോഴും OPകളിൽ ഒരു ദിവസം എത്തിക്കൊണ്ടിരിക്കുന്നത് 300-ലധികം രോഗികളാണ്. ഈ 300 രോഗികളെയും അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അവിടുത്തെ ഗവേഷണങ്ങൾ നടത്തുന്നതിനും ഒരു ഡോക്ടറാണ് 200ഓളം രോഗികളെ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം അവർക്ക് പഠന ഗവേഷണ രംഗത്ത് ശ്രദ്ധ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. 2 ആളുകൾ ഒരേ സമയം ആ മെഡിക്കൽ കോളേജിലേക്ക് ഗുരുതരമായ രീതിയിൽ അപകടം സംഭവിച്ചു വന്നാൽ ഒരാളെ ട്രീറ്റ് ചെയ്യാനുള്ള സംവിധാനം മാത്രമാണ് ഇപ്പോഴും അവിടെയുള്ളത്. മറ്റൊരുത്തനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നു. ഇന്ന് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ചെന്ന് പറയുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇന്നും അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത് 500ഓളം അഫിലിയേറ്റഡ് കോളേജുകളാണ്. ഒരിക്കലും നമ്മുടെ കേരള സർവകലാശാലയും MG സർവകലാശാലയും ഒക്കെ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കുന്നത് 50,000 40,000 ഒക്കെ വിദ്യാർത്ഥികൾ ആണെങ്കിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ അത് 100,000-ന് അപ്പുറമാണ്. കൃത്യമായിട്ട് 4 ഇരട്ടിയോളം, ഒരു 3-4 സർവകലാശാലകളുടെ പണിയാണ് നമ്മുടെ സർവകലാശാല എടുത്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കണക്ക് പറയുമ്പോൾ വളരെ കൗതുകപരമായി തോന്നും. അതായത് കുട്ടനാട്ടിലെ ഒരു വിദ്യാഭ്യാസ ജില്ലയിലെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് നമ്മുടെ കോട്ടക്കലിലെ ഒരു സ്കൂളിലെ കുട്ടികളുടെ എണ്ണമാണ്. ഇങ്ങനെയൊക്കെയുള്ള വളരെ അന്തരം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെയുള്ള മനുഷ്യരെ കൃത്യമായിട്ട് അവകാശ ബോധമുള്ളവരാക്കി മാറ്റുക, നമുക്ക് സ്വാതന്ത്ര്യ ബോധമുള്ളവരാക്കി മാറ്റുക
സമത്വത്തിൻ്റെ ദർശനങ്ങൾ കൃത്യമായിട്ട് എന്താണെന്ന്, സമത്വത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക. ഇത്തരത്തിലുള്ള അവകാശ ബോധമുള്ള സമൂഹമാക്കി മാറ്റുമ്പോൾ മാത്രമാണ് ഇവിടുത്തെ ഭരണാധികാരികൾക്കെതിരെ കൃത്യമായിട്ട് അവരെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഒരു സമരങ്ങൾ, നമുക്കറിയാം വിദ്യാഭ്യാസ രംഗത്ത് ഒരു +2 മാത്രമല്ല വിഷയം, ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും ഒക്കെ നമുക്കറിയാം നമ്മുടെ നാട് 1/2 കോടിയോളം ജനസംഖ്യയുള്ളൊരു നാടാണ്. കൃത്യമായി പറഞ്ഞാൽ 8 സംസ്ഥാനങ്ങളെക്കാളും, ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളെക്കാളും അധികം ജനസംഖ്യ നമ്മുടെ ജില്ലയിലുണ്ട്. 6 കേന്ദ്രഭരണ പ്രദേശത്തെക്കാളും അപ്പുറം ഉള്ള ജനസംഖ്യയുള്ള ഒരു നാടാണ് നമ്മുടെ നാട്. അപ്പോൾ ഇതിനെ അഡ്രസ് ചെയ്യേണ്ടത് പൊളിറ്റിക്കൽ, അതായത് നമ്മുടെ മലബാർ ഏരിയ ഒരു സർവീസ്, എന്താ പറയുക, ഒരു ചാരിറ്റി മൂവ്മെൻ്റ് ആയിക്കൊണ്ട് നമ്മളെ രാഷ്ട്രീയ പാർട്ടികൾ അധപതിച്ചതിൻ്റെ ഒരു പരിണിതി കൂടിയാണ് യഥാർത്ഥത്തിൽ നാം അനുഭവിക്കുന്നതെന്ന് പറയേണ്ടി വരും. നമ്മുടെ മലപ്പുറം ജില്ലാ കളക്ടർ ഇവിടെ ഒരു സ്കൂളിന് ഒരു കെട്ടിടം പണിയണമെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സേവനങ്ങൾ ചെയ്യണമെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരോട് പിരിവെടുത്തു വേണം അത് ചെയ്യാൻ എന്നുള്ള രീതിയിലേക്ക് പിരിവിനിറങ്ങുന്ന ഒരു ഭരണകൂടമായിക്കൊണ്ട് ജില്ലാ ഭരണകൂടം പോലും മാറുന്നു. അല്ലെങ്കിൽ ഒരു ഡയാലിസിസ് കേന്ദ്രം വേണമെന്ന്, ആരോഗ്യരംഗത്ത് എന്തെങ്കിലും രീതിയിൽ സേവനങ്ങൾ ഏർപ്പെടുത്തണമെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരോട് പിരിവെടുത്തുകൊണ്ട് ഒരു തരം ചാരിറ്റി രീതിയിലേക്ക്, അവകാശബോധമില്ലാത്ത, അവകാശങ്ങളെക്കുറിച്ച് തിരിച്ചറിവില്ലാത്ത, എന്തൊക്കെയാണ് നാം നേടിയെടുക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ഒരു പൗരൻ എന്ന രീതിയിൽ എന്തെല്ലാം നേടിയെടുക്കണം, ഇതിനെക്കുറിച്ചുള്ള അവബോധമില്ലായ്മയാണ് ഈ ഒരു പ്രതിസന്ധിക്ക് പ്രധാനമായി ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, നമ്മുടെ സഫീന മാഡം ഇവിടെ പറഞ്ഞു പോവേണ്ടത് കൃത്യമായി പറഞ്ഞു പോവുക തന്നെ വേണം. അതിൽ നാം ഈ പറയുന്ന ഭീകരവാദത്തിൻ്റെയോ തീവ്രവാദത്തിൻ്റെയോ സ്വത്വബോധത്തിൻ്റെയോ ഒക്കെ ചാപ്പയടികൾ അതിനകത്ത് ഉണ്ടായിരിക്കാം. അതിനെ അഡ്രസ് ചെയ്തുകൊണ്ട് ഒരു പരിഷ്കൃത സമൂഹം എന്ന രീതിയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ട് വസ്തുതകൾ അഡ്രസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് വരും കാലത്ത് മോചനം കിട്ടൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. താങ്ക് യു. അറബിക്കുട്ടി പറഞ്ഞ വളരെ കൃത്യമായ ഒരു നിലപാടാണ്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയെക്കുറിച്ചാണ് അദ്ദേഹം ഉദ്ദേശം തോന്നുന്നു. മലപ്പുറം ജില്ലയിലെ ജനപ്രതിനിധികൾ, നമുക്കറിയാം മഞ്ചേരി മെഡിക്കൽ കോളേജിന് വേണ്ടി സംഭാവന പിരിച്ച് മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുന്ന സമയത്ത് ഇടുക്കിയിലെ മെഡിക്കൽ കോളേജിന് സർക്കാർ ഖജനാവിൽ നിന്ന് പണം കൊടുക്കുന്നു, പാലക്കാട് മെഡിക്കൽ കോളേജിൽ നിന്ന് സർക്കാർ ഖജനാവിൽ നിന്ന് പണം കൊടുക്കുന്നു. അതേസമയം മലപ്പുറം ജില്ലയിലെ എന്തെങ്കിലും ഒരു സർക്കാർ സ്ഥാപനത്തിന് ജനങ്ങൾ പിരിവെടുത്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ, അത് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ അവകാശബോധത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇല്ല എന്നുള്ളത് പറയുന്നത് വളരെ കൃത്യമായ ഒരു നിലപാടാണ്. അടുത്തത് നമ്മൾ സംസാരിക്കുന്നത് അബ്ദുൽ ലത്തീഫ് നഹ. അദ്ദേഹം ദ ഹിന്ദു പത്രത്തിൻ്റെ പ്രതിനിധിയാണ്. നമുക്കറിയാം ഹിന്ദു പത്രം നാഷണൽ ലെവലിൽ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുകൾ, മലബാറിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ നാഷണൽ ലെവലിൽ വരെ എത്തിക്കാൻ കഴിയുന്ന ഒരു പ്രതിനിധിയാണ്. അദ്ദേഹത്തെ പ്രിയ സുഹൃത്തുക്കളെ, പലരും മുന്നിലിരിക്കുന്നവരെൻ്റെ സുഹൃത്തുക്കളാണ്. ഒരുപാട് നാളത്തെ ശേഷമാണ് ഈ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് വരാൻ അവസരം കിട്ടിയത്. അതിന് അവസരമൊരുക്കിയ ഭാരവാഹികളുടെ നന്ദി പറയുന്നു. വിവേചനവും ഇങ്ങനെ പല വാക്കുകളും നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനിതിനെ കുറേ കാലം വളരെ ക്ലോസായി വാച്ച് ചെയ്തിരുന്ന ഒരാളാണ്. ഇപ്പം അതിന് കഴിയാറില്ല. ഇപ്പം കാരണം കുറേ വേറെ പല ഇതിലേക്കും മുഴുകിയതുകൊണ്ട് എഡ്യൂക്കേഷനിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാറില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ഒരു രാഷ്ട്രീയക്കാരന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റിയിലൊന്ന് വിഷൻ എന്നൊരു സാധനമാണ്. അതിൻ്റെ അഭാവത്തിൻ്റെ ഒരു ഫലമാണ് ഈ കാണുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് തോന്നുന്നു. വിഷണറി അല്ലാത്ത ഒരു രാഷ്ട്രീയക്കാർ നമുക്ക് ഗുണത്തെക്കാളേറെ ദ്രോഹം ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ പോളിസി മേക്കിങ്ങിൽ ഏറ്റവും മർമ്മപ്രധാനമായ റോള് വഹിക്കുന്നവർ രാഷ്ട്രീയക്കാരനാണ്. നമ്മുടെ പോളിസികൾ എല്ലാം സെറ്റ് ചെയ്യുന്നവരിൽ ഏതാണ്ട് 90% അതിൽ റോള് വഹിക്കുന്നത് രാഷ്ട്രീയക്കാരാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു വിവേചനത്തിനും ഈ ഒരു ഡിസ്പാരിറ്റിക്കും ഇത് പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ തുടങ്ങിയ കാര്യമല്ല. അത് ഒരു സംഗതി തുടങ്ങുമ്പോൾ തന്നെ കൃത്യമായിട്ട് നല്ല ധാരണയോടുകൂടെ തുടങ്ങിയിരുന്നെങ്കിൽ ഈ പ്രശ്നം നമുക്കുണ്ടാവില്ലായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ എൻ്റെ ഫേസ്ബുക്കിലിട്ട ഒരു ഫോട്ടോ പെട്ടെന്ന് ഇപ്പം എൻ്റെ മനസ്സിലേക്ക് കയറി വരികയാണ്. ഞാൻ ഒരു രാഷ്ട്രീയക്കാരും കളിയാക്കില്ല, ഒരു പാർട്ടിയും LDFനും UDFനും പ്രത്യേകിച്ച് കളിയാക്കുക ഒന്നുമല്ല. അതിനകത്ത് ഞാനിട്ട ഫോട്ടോ ഇതാണ്. അബ്ദുൾ റബ്ബ് എൻ്റെ ബാക്കി തന്നെയാണ്, എൻ്റെ വളരെ അടുത്ത എൻ്റെ കസിനാണ്. അദ്ദേഹം മിനിസ്റ്ററായിരുന്നു. മിനിസ്റ്ററായി
ഇറങ്ങി അദ്ദേഹത്തിൻ്റെ ടേം കഴിഞ്ഞതിന് ശേഷം 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു അപ്പീലുമായി ഗവൺമെൻറ്റിലേക്ക് ചെല്ലുവാണ്. ചെന്നിട്ട് മലബാറിൻ്റെ ദുരവസ്ഥ പറയുന്ന, എഡ്യൂക്കേഷണൽ ദുരവസ്ഥ പറയുന്ന ഒരു ഫോട്ടോ ആണ് ഞാൻ അന്ന് പോസ്റ്റ് ചെയ്തത്. ഞാനത് കളിയാക്കിക്കൊണ്ടാണ് ഇട്ടിരിക്കുന്നത് അദ്ദേഹത്തെ. കാരണം നമുക്ക് അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടല്ലോ, സ്വന്തം ആളുകളെ നമുക്ക് കളിയാക്കാനൊക്കെ പറ്റും, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അദ്ദേഹം 5 വർഷം ഇവിടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്ത കാര്യം നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം അദ്ദേഹം മോശമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതൊരു തുടർച്ചയാണ് ഈ ഒരു പ്രശ്നം. തുടക്കം മുതലേ കൃത്യമായിട്ട് ധാരണയോടുകൂടെ, കൃത്യമായിട്ട് നല്ല വിഷനോടുകൂടെ നമ്മൾ ഈ ഒരു ഇതിലേക്ക് കാൽ വെച്ചിരുന്നുവെങ്കിൽ ഈ ഒരു പ്രശ്നം ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. പിന്നൊന്ന്, നമ്മൾ കാണുന്ന സഫീന ഇവിടെ പറഞ്ഞു പെൺകുട്ടികളുടെ പിന്നോക്കാവസ്ഥയും പെൺകുട്ടികളെ പിന്തള്ളപ്പെടുന്ന അവസ്ഥയും വളരെ സത്യമാണ്. പല ക്യാമ്പസുകളും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് പക്ഷേ ജനറൽ ക്യാമ്പസുകളിൽ നമ്മൾ കാണുന്നത് 3:1 എന്നുള്ള റേഷ്യോയിലാണ് സ്ത്രീകളുടെ പെൺകുട്ടികളാണ് വളരെ കൂടുതൽ. പക്ഷേ ചില ഹയർ ക്യാമ്പസുകളിൽ കാണുന്നത് ഇന്ന് സൂപ്പർ ന്യൂമററി എന്ന് പറഞ്ഞ ഒരു കോട്ട പോലും പെൺകുട്ടികൾക്ക് 20% കോട്ടയാണ് IIT-കളിൽ വെച്ചിരിക്കുന്നത്. സൂപ്പർ ന്യൂമററി കോട്ട എന്ന് പറയും. സോ യു ഹാവ് 20%. എന്നിട്ട് പോലും നമ്മളെ പെൺകുട്ടികൾക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. ഉദാഹരണത്തിന് ഗ്ലോബൽ റാങ്കിങ്ങിൽ ഇന്ന് ഇന്ത്യയിൽ നിൽക്കുന്ന നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂഷൻ ബോംബെ IIT ആണ്. ഗ്ലോബൽ റാങ്കിങ്ങിൽ നമ്പർ 1 ഇന്ത്യൻ ക്യാമ്പസ് എന്ന് പറയുന്നത് ബോംബെ IIT ആണ്. ആ ബോംബെ IIT-ൽ എത്ര മലയാളി കുട്ടികൾ ഇന്നുണ്ട്? 1348 BTech സീറ്റാണ് അവിടെ ഉള്ളത്. അതിനകത്ത് ഒരേ ഒരു മലയാളി പെൺകുട്ടിയാണ് പഠിക്കുന്നത് എന്നുള്ളത് ഖേദകരമായ സത്യമാണ്. കണ്ണൂർക്കാരി ഫസലിൻ്റെ മകളാണ് അവൾ. മാധ്യമത്തിൽ വർക്ക് ചെയ്യുന്ന ഫസലിൻ്റെ മകളാണ് ആ പെൺകുട്ടി. അതേപോലെ തന്നെ 1348 സീറ്റിൽ 24ഓളം മലയാളി കുട്ടികളാണ് മൊത്തമുള്ളത്. 24ഓളം കുട്ടികൾ. അതിൽ നമുക്ക് അഭിമാനിക്കാവുന്ന മലപ്പുറം ജില്ലയിൽ 3 പേരുണ്ടെന്നുള്ളത്, 3-4 പേരുണ്ടെന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ എടുത്തു പറയട്ടെ. നമ്മൾ എന്താ പറയുക, മെഡിക്കൽ എഡ്യൂക്കേഷന് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴും നമ്മുടെ കണക്കിൽ നമുക്ക് വരുന്ന പിന്തള്ളിപ്പെടുന്ന ഒരവസ്ഥ, മലയാളി കുട്ടികളുടെ ഏറ്റവും വലിയ പോരായ്മ മാത്തമാറ്റിക്സ് ആണെന്നുള്ളത് ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ, കേരളത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ കുട്ടികൾ പറഞ്ഞു തരും. മാത്തമാറ്റിക്സ് നമ്മൾ പിറകിലാണ്. അവിടെ നമ്മൾ ക്വാളിറ്റി മെച്ചപ്പെടുത്തുക എന്നുള്ളത് അവിടെ നമ്മൾ ഒരു പുഷ് നൽകേണ്ട ആവശ്യമുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഉണർത്തിക്കൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി. താങ്ക് യു. നമ്മൾ ഇനി അതിൻ്റെ സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാണ്. ഇപ്പോൾ ആദ്യം സംസാരിച്ചവർക്ക് ഇനി മറ്റുള്ളവർ സംസാരിച്ചതിനെ വേണമെങ്കിൽ കൗണ്ടർ ചെയ്യാം, പുതിയ പോയിന്റ് പറയാം, മറ്റ് കാര്യങ്ങൾ ആഡ് ചെയ്യാം. ആദ്യമായിട്ട് ജിഷാറിനെ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, 4 മിനിറ്റിൽ കൂടാൻ പാടില്ല, സമയം വളരെ അതിക്രമിച്ചു. ജിഷാർ സംസാരിക്കട്ടെ, മീഡിയ വണ്ണിൽ. പറഞ്ഞതിനോട് പ്രതികരിച്ച് പറയാനുള്ള 2 കാര്യം. ഇത് നമ്മൾ ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ അത് പ്രാദേശികമായ ഉന്നയിക്കപ്പെടാൻ പാടില്ല എന്നൊരു വാദം പറഞ്ഞു. സത്യത്തിൽ ഇത് പ്രാദേശികവാദത്തിൻ്റെയോ ഇതിൻ്റെ പ്രശ്നമല്ല, ഇതൊരു നീതിയുടെ പ്രശ്നമാണ്. ഒരു സംസ്ഥാനത്ത്, ഒരു സമൂഹത്തിൽ ഒരു ഭാഗത്ത് മാത്രം അതിൻ്റെ വിഭവങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുക, ഒരു ഭാഗത്തേക്ക് അതിൻ്റെ വിഭവങ്ങൾ എത്താതിരിക്കുക, അതിൻ്റെ വിഭവ വിതരണത്തിലുള്ള നീതിയുടെയും സാമാന്യമായ എന്താ പറയുക, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഇൻക്ലൂസീവായൊരു വികസനത്തിൻ്റെയും പ്രശ്നമാണ്. ഇതിനെ നമ്മൾ പ്രാദേശിക പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താൻ കഴിയില്ല. ഈ പ്രാദേശിക പ്രശ്നം മാത്രം ഉന്നയിച്ചുകൊണ്ട് നടക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ജിജോ ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് നീതിയുടെ പ്രശ്നമാണ്. അലവിക്കുട്ടി സംസാരിച്ച ഒരു പോയിന്റുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മലപ്പുറം ജില്ലയിൽ എന്തുകൊണ്ടാണ് ഈ മലബാറിലെ വികസനത്തിന് മാത്രം നാട്ടുകാർ പണം കണ്ടെത്തേണ്ടി വരുന്നു എന്ന് ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതില്ലേ? ബാക്കി എല്ലായിടത്തും അങ്ങനെയാണോ നടക്കുന്നത്? യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഒരു പദ്ധതി സർക്കാർ പ്രഖ്യാപിക്കുന്നു, സർക്കാർ അതിന് പണം കൊടുക്കുന്നു, സർക്കാർ അതിന് സ്ഥലം കണ്ടെത്തുന്നു, ആളുകളെ നിയമിക്കുന്നു, ഇങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ മലബാറിലേക്ക് എത്തുമ്പോഴേക്കും അത് ജനങ്ങളുടെ ബാധ്യതയായി മാറുന്നു. ജനങ്ങൾ കണ്ടെത്തണം. കഴിഞ്ഞ കോവിഡ് കാലത്ത് മലപ്പുറം ജില്ലാ കളക്ടറാണെന്ന് തോന്നുന്നു ചികിത്സയ്ക്ക് വേണ്ടി നാട്ടുകാരുടെ പണം പിരിക്കാൻ ഉത്തരവിട്ടിട്ട് ഇതാക്കിയാണ് പോയത്. ഇതിൽ കൃത്യമായൊരു അനീതിയുടെ പ്രശ്നമാണ്. ഇത് വിവേചനമാണ്, ഇത് അനീതിയാണ്. ഇത് മനുഷ്യർക്ക് ഒരു സംസ്ഥാനത്തിൻ്റെ നികുതി വിഹിതം അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ പൊതുവിഭവങ്ങൾ തുല്യമായ അളവിൽ അവിടുത്തെ പൗരന്മാർക്കിടയിൽ വീതിക്കപ്പെടേണ്ടതുണ്ട് എന്നത് സാമാന്യമായ നീതിയാണ്. അതാണ് നിഷേധിക്കപ്പെടുന്നത്. ഗൾഫ് കുടിയേറ്റമാണ് ഇവിടെ വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാക്കിയതെന്ന് നമ്മൾ പറയാറുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അങ്ങനെയാണോ സംഭവിക്കേണ്ടിയിരുന്നത്?
യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവിക്കേണ്ടിരുന്നത്. അത് ഈ സംസ്ഥാനം, ഇവിടുത്തെ ഗവൺമെൻറ്, ഭരണകൂടം അവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കണം. അത് അവകാശത്തിൻ്റെ പ്രശ്നമാണ്. ഗൾഫ് കുടിയേറ്റം അതിനെ സപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ സംഭവിച്ചതെന്താ, മലബാറിലെ ജനങ്ങൾ അവരുടേതായ വിദ്യാഭ്യാസ രീതികൾ വികസിപ്പിച്ചു, അവരുടേതായ സ്ഥാപനങ്ങൾ വികസിപ്പിച്ചു. അതിലൂടെ ഒരു സമാന്തരമായ വിദ്യാഭ്യാസ സംവിധാനം വികസിപ്പിക്കുകയാണ് ചെയ്തത്. അത് തെറ്റാണെന്നല്ല, യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവിക്കേണ്ടിയിരുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ മൂവ്മെൻറ്റുകൾ ഒരു ഘട്ടത്തിൽ അത് ഈ സമാന്തര വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ഒരു തരത്തിൽ സ്വാശ്രയ വിദ്യാഭ്യാസമാണ്. സ്വാശ്രയ വിദ്യാഭ്യാസത്തിനെതിരെ കേരളത്തിൻ്റെ എന്തുമാത്രം സമരങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ ദോഷങ്ങളെയും അതിൻ്റെ പ്രശ്നങ്ങളെയും ഒന്നും ഞാൻ മാറ്റിവെക്കുന്നില്ല. പക്ഷേ ഒരു പ്രദേശത്ത്, ഒരു വിദ്യാഭ്യാസ സംവിധാനം ഇല്ലാത്തൊരു പ്രദേശത്ത് ഒരു സമാന്തര വിദ്യാഭ്യാസ സംവിധാനം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ആ ഒരു റിയാലിറ്റിയെ പരിഗണിക്കാതെ, അതിൻ്റെ ഒരു ആവശ്യകതയെ പരിഗണിക്കാതെ നമ്മളിങ്ങനെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ച് അതിനെ ദുർബലപ്പെടുത്തുക എന്നൊരു തരത്തിലേക്ക് വരെ നമ്മൾ രാഷ്ട്രീയം വികസിക്കുകയാണ് ചെയ്തത്. അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം ആരൊക്കെയോ സൂചിപ്പിച്ചു എന്ന് തോന്നുന്നു. നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. ഈ വികസനത്തോടുള്ള, നീതിയോടുള്ള, ആളുകൾക്ക് തുല്യമായി അവകാശങ്ങൾ ലഭ്യമാക്കണമെന്ന കാഴ്ചപ്പാടിലുള്ള പ്രശ്നങ്ങൾ ഇത് പരിഹരിക്കപ്പെടണം. ഇത് രാഷ്ട്രീയ ബോധം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. രാഷ്ട്രീയ ബോധമൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. ഇത് സംസ്ഥാനം, ഭരണകൂടം അവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ അലവിക്കുട്ടി പറഞ്ഞ പോലെ ഇത് മലബാറിൽ രാഷ്ട്രീയബോധം പറഞ്ഞാൽ ചിലപ്പോൾ തെക്കൻ ജില്ലകളിൽ രാഷ്ട്രീയബോധം കൂടിയിട്ടൊന്നുമല്ല അവിടെ വികസനം ഉണ്ടായത്. എന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കേരളത്തിലുടനീളം സഞ്ചരിച്ച എല്ലാ ആളുകളായിട്ട് എൻഗേജ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും ഇവിടെ ഉള്ളത്. രാഷ്ട്രീയ ബോധത്തിൻ്റെ അളവുകോൽ വെച്ച് പരിഗണിച്ചാൽ ഒരുപക്ഷെ മലബാറിലുള്ള ആളുകളുടെ രാഷ്ട്രീയ ബോധത്തെയോ രാഷ്ട്രീയ നിലപാടുകളുടെയോ പകുതി പോലും ഒരു ആർജവമോ ഇച്ഛാശക്തിയോ ഒന്നും അവിടുന്ന് കാണിക്കാറില്ല. പക്ഷേ അവർക്ക് വേറെ ചില എലമെൻറ്റുകളുണ്ട്, ഘടകങ്ങളുണ്ട്. അധികാരത്തിലുള്ള സ്വാധീനം, ഭരണകൂടത്തിലുള്ള സ്വാധീനം, ഈ സമൂഹത്തിലുള്ള ഈ ഒരു നമ്മൾ എന്താ പറയുക, അധീശ വ്യവഹാര ശക്തികളായി നിലനിൽക്കുന്ന സംവിധാനങ്ങളുണ്ട്, അതിനെ നിയന്ത്രിക്കുന്നവരുണ്ട്. ഇതിലൊക്കെയുള്ള സ്വാധീനം വലിയ തോതിലുണ്ട്. ഇതിനെ കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വർഗീയതാരോപണം, പ്രാദേശികവാദം, വിഭജനവാദം തുടങ്ങിയ സംഗതികൾ കൊണ്ടാണ് നേരിടുന്നത്. അത് അബദ്ധത്തിൽ സംഭവിക്കുന്നതോ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൊണ്ടോ സംഭവിക്കുന്നതല്ല. യഥാർത്ഥത്തിൽ അതൊരു രാഷ്ട്രീയ നിലപാടായിട്ട് ആ വാദങ്ങളെ, അവകാശങ്ങൾ ഉന്നയിക്കുമ്പോൾ, അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുമ്പോൾ അതിനെ ദുർബലമാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വർഗീയതയും വിഭജനവാദവും ഒക്കെ ആരോപിക്കപ്പെടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ പറയുന്ന ഒരു പ്രയോഗത്തിൽ പിടിച്ചാൽ ഇതാക്കരുത്, വെറുതെ ഒരു ഉപമ പറയാൻ ശ്രമിക്കുന്നത്. കാരണം 12 കാലമായി പള്ളിയും വഹിക്കുന്നുണ്ട്, ആരാധനാലയത്തിൽ പോകേണ്ടവർക്ക് അതിനുള്ള സമയമുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം നീട്ടുന്നില്ല. ഖാദർ പറഞ്ഞതെന്ന് പറയുന്നത് ഞാൻ വിവേചനമുള്ളത് അംഗീകരിച്ചു എന്നാണ് പറഞ്ഞത്. ഇത് ഞാനായിട്ട് പറയുന്നതോ അങ്ങനെ ഇതോ ഉള്ളതല്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഇതിനൊരു ചരിത്രപരമായ പശ്ചാത്തലമുണ്ട്. 100 വർഷം മുമ്പാണ്, ഏകദേശം 100 വർഷത്തിന് മുമ്പാണ് മലബാറിൽ വലിയൊരു സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തിയത്. അതിനെ വർഗീയവും വിഭാഗീയവുമായിട്ട് മുദ്ര കുത്തി അച്ചുകുത്തിയപ്പോൾ അത് മലബാർ കലാപമാണ്, മലബാറിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യ വഴിയാണെന്ന് പറഞ്ഞ് അതേ രാഷ്ട്രീയ നിലപാടാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. അന്ന് അതിനെ വിഭാഗീയമായും വർഗീയമായും വേർതിരിച്ച് മുദ്ര കുത്തി ഇന്നതിൻ്റെ ചാമ്പ്യന്മാരും ഇന്നതിൻ്റെ പ്രചാരകരും പ്രയോക്താക്കളായി മാറാൻ നോക്കുന്നുണ്ട്. കാരണം ചരിത്രപരമായിട്ട് മാത്രം നമ്മൾ വസ്തുതകൾ വിലയിരുത്തുക എന്നുണ്ട്. പിന്നെ മലപ്പുറം ജില്ല രൂപീകരിക്കുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാവുമ്പോഴും ഉണ്ടായിട്ടുള്ള ഒരു പശ്ചാത്തലമുണ്ട്. മലപ്പുറം ജില്ല രൂപീകരിക്കുമ്പോൾ അത് വേറൊരു രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് സാമന്തമായി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ഒറ്റുകൊടുക്കുകയും ഇതിനെതിരായിട്ട് നിന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതൊരു ചരിത്രപരമായിട്ടുള്ളൊരു വിഷയമായിട്ട് തന്നെ നിങ്ങൾ കാണണം, അല്ലാതെ കാണാൻ പറ്റില്ല. മലപ്പുറം ജില്ല രൂപീകരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ളത് ആരൊക്കെയായിരുന്നു അതിനെ എതിർത്തത്, ഇന്ന് ആരൊക്കെയാണ് അതിൻ്റെ ചാമ്പ്യന്മാർ. നമ്മളിങ്ങനെ ഇത്തരം കാര്യങ്ങളെ കാണാതെ അന്നുള്ള വിഷയങ്ങളിൽ മാത്രം കാണുന്നത് ശരിയാവില്ല എന്ന്. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ മന്ത്രിമാരുണ്ടായിട്ടുള്ള ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ പൊതുമരാമത്ത് മന്ത്രിമാരുണ്ടായിട്ടുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ എനിക്ക് തോന്നുന്നത് മലപ്പുറം ജില്ലയാണ്. ആ ജില്ലയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ വിവേചനത്തിനെ അഭിസംബോധന ചെയ്യുമ്പം ആരായിരിക്കും അതിൻ്റെ ഉത്തരവാദികൾ എന്നുകൂടി ഇങ്ങനെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ 4 വിരൽ ഇങ്ങോട്ടുണ്ടാവും എന്ന് പറയാറില്ലേ? ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ മന്ത്രിമാരുണ്ടായിട്ടുള്ള, ഏറ്റവും കൂടുതൽ പൊതുമരാമത്ത് മന്ത്രിമാരുണ്ടായിട്ടുള്ള ജില്ലയിൽ നിന്നുകൊണ്ട് നമ്മൾ ഏകദേശം 2025 കാൽ നൂറ്റാണ്ട് കൂടി പിന്നിടുമ്പോൾ നമ്മൾ പിന്നെയും പറയുന്നത് നമ്മൾ ആരൊക്കെയോ അവഗണിക്കുകയാണ്, അതിന് കാരണക്കാർ നമ്മളല്ല മറ്റവരാണെന്ന്. നമ്മളെ നയിക്കേണ്ട ആളുകളുണ്ടായിരുന്നു.
വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ളവരുണ്ടായിരുന്നു, പൊതുമരാമത്ത് മന്ത്രിമാരുണ്ടായിട്ടുള്ളവരുണ്ടായിരുന്നു. അവരൊക്കെ എന്ത് ചെയ്തു എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടി വരും. അപ്പോഴേ നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വിഭാഗീയത, വർഗീയത, വിഘടനവാദം എന്ന് ഞങ്ങളെ മുദ്ര കുത്തരുത് എന്ന് പറയുമ്പോൾ തന്നെ ഈ കാര്യങ്ങൾ കൂടി കാണേണ്ടി വരുന്നു മാത്രം പറഞ്ഞുകൊണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യം. സമയം കുറവാണ്. 3 കാര്യങ്ങൾ മാത്രമാണ് എനിക്കിതിനകത്തൊരു കൗണ്ടറായിട്ട് പറയാനുള്ളത്. ഒന്ന്, നമ്മളെല്ലാവരും ഇവിടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പെൺകുട്ടികൾ വന്ന് 70% പെൺകുട്ടികളാണെന്നുള്ളത് നമ്മളൊരു ഭയങ്കര പോസിറ്റീവായ സാധനമായിട്ടാണ് ഇപ്പോഴും കാണുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലായത് വിദ്യാഭ്യാസം ഏറ്റവും കുറഞ്ഞ ചിലവിൽ നിങ്ങൾ ഒരാൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ അതിൻ്റെ മൂല്യം കണക്കാക്കുമ്പോൾ താരതമ്യേന ഏറ്റവും കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് കേരളത്തിൽ നേടാൻ കഴിയുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ വിദ്യാഭ്യാസമാണ്. മറ്റേ ടെക്നിക്കൽ അല്ലെങ്കിൽ MBBS അത്തരം ഹയർ ഓപ്ഷനുകളിൽ നമ്മൾ ചിലവാക്കുന്ന പണത്തിനേക്കാൾ കുറഞ്ഞ പണം മാത്രം മതി ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ വിദ്യാഭ്യാസത്തിന് എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥത്തിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ 60% 70% പെൺകുട്ടികൾ വരാനുള്ള കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെ നമ്മളൊരു സ്യൂഡോ നേട്ടമായിട്ട് ഒരിക്കലും അവതരിപ്പിക്കരുത്. നമ്മുടെ കുട്ടികൾ നല്ല കാലിബറുള്ള കുട്ടികളാണ്. അവർ യഥാർത്ഥത്തിൽ പോകേണ്ടത് ഇന്ത്യക്ക് ഏതെങ്കിലും ഒരു വിദേശ സർവകലാശാല എന്നല്ല ഞാൻ പറഞ്ഞ ടാറ്റ ടിസ് പോലെയോ അല്ലെങ്കിൽ അംബേദ്കർ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ പോലെ വലിയ സ്ഥലങ്ങളിൽ അവിടെയൊക്കെ നല്ല ഫീസും നല്ല ചിലവുള്ള കോഴ്സുകളാണ്. അപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ചെലവാക്കുന്ന തുക അത് കുറെ കൂടി മൂല്യമുള്ളതാകുമ്പോഴേ നിങ്ങൾ വന്ന് ഈ നമ്മളുടെ പെൺകുട്ടികളുടെ, മലബാറിലെ പെൺകുട്ടികളുടെ മുന്നേറ്റം പോസിറ്റീവായിട്ട് ഞാൻ പരിഗണിക്കുകയുള്ളൂ. നമ്പർ 2 പറഞ്ഞ ജിജോ ചേട്ടൻ പറഞ്ഞു ഇതിന് നമ്മളൊരു ചരിത്രപരമായ പശ്ചാത്തലമായിട്ട് നമ്മൾ കണക്കാക്കണമെന്ന്. നമ്മൾ ഒരുപാട് കാലം ചരിത്രത്തിൻ്റെ ഒരു തൂണിൽ ഇതിനെ കൊണ്ട് കെട്ടാൻ നമുക്ക് കഴിയില്ല. അങ്ങനെയാണെങ്കിൽ കൊച്ചിയുടെ ചരിത്രം എന്ന് പറയുന്ന അവിടെ കായലിനെ ഉപജീവനം നടത്തി ജീവിച്ചുകൊണ്ടിരുന്ന തൊണ്ട് തല്ലലും അത്തരം കയറ് അത്തരം കാര്യങ്ങളായിരുന്നു. അങ്ങനെയാണെങ്കിൽ കൊച്ചി ഇപ്പം ചരിത്രത്തിൻ്റെ ആ ഒരു തൂണിൽ കെട്ടിയിട്ടാണെങ്കിൽ കൊച്ചി ഇപ്പം എവിടെ നിൽക്കണം? തിരുവിതാംകൂറിലായിരുന്നെങ്കിൽ കുറേ കൂടി കർഷക തൊഴിലാളികൾ അത്തരം ജീവിത രീതിയായിരുന്നു ചരിത്രത്തിലുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ തിരുവിതാംകൂർ അല്ലെങ്കിൽ തിരുവനന്തപുരം മേഖല എവിടെയാണ് നിൽക്കേണ്ടത്? അപ്പം മലബാറിൻ്റെ കാര്യം മാത്രം പറയുമ്പോൾ മലബാറിനെ ചരിത്രപരമായ വസ്തുതകളിൽ കൊണ്ട് കെട്ടുന്നത് അതൊരു എളുപ്പമുള്ള വഴിയാണ്. അത് യഥാർത്ഥത്തിലുള്ള വഴിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വേറൊരു പോയിന്റ് എന്ന് കൂടി പറഞ്ഞാൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം. ഈ നമ്മൾ സീറ്റുകളുടെ എണ്ണം, കോളേജുകളുടെ എണ്ണം മാത്രം ചർച്ച ചെയ്താൽ പോരാ. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നമ്മുടെ കോളേജ് അല്ലെങ്കിൽ പഠനം പൂർത്തിയാക്കാതെ പോകുന്ന ഡ്രോപ്പ് ഔട്ടുകൾ അത് മലബാറിൽ കൂടുതലാണ്. സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം, ഗ്രാൻഡ് അടക്കമുള്ള സഹായങ്ങളുടെ പിന്തുണയാൽ പഠിക്കുന്ന കുട്ടികൾ, നമ്മുടെ SC ST അടക്കമുള്ള കുട്ടികളുടെ അവർ പ്രതീക്ഷിച്ച ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്താതെ പോകുന്നത് മലബാറിൽ കൂടുതലാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടി പരിഗണിക്കുന്നതായിരിക്കണം മലബാറിൻ്റെ പിന്നോക്കാവസ്ഥയെക്കുറിച്ചുള്ള ചർച്ചയാവേണ്ടതെന്നാണ്. ഈ 3 പോയിന്റുകളാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഈ ചർച്ചയിൽ നമ്മുടെ നഹാസ് സാഹിബ് പങ്കുവെച്ച ഒരു ആശയം വളരെ പ്രസക്തമായിട്ട് തോന്നി. നമ്മുടെ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകളുടെ വിഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതികൾ, വികസന പദ്ധതികൾ തയ്യാറാക്കുന്നിടത്ത് വിഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതിൽ വന്നൊരു പാളിച്ച ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ആരോഗ്യരംഗത്ത് വന്ന മെഡിക്കൽ കോളേജിനെ എടുത്താൽ, മഞ്ചേരി മെഡിക്കൽ കോളേജ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ആ മഞ്ചേരി മെഡിക്കൽ കോളേജ് അവിടെ നിലവിലുണ്ടായിരുന്ന ജനറൽ ആശുപത്രിയെ അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നത്. യഥാർത്ഥത്തിൽ അവിടെ 500ഓളം, അതായത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി അടക്കം 500 ബെഡ് സ്ട്രെങ്ത് ഉള്ള ഒരു ജനറൽ ആശുപത്രി അപ്ഗ്രേഡ് ചെയ്യാനുണ്ടായത്. ഇപ്പോഴും 10 വർഷത്തിന് ശേഷവും ആ മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ ഈ 500 ബെഡ് സ്ട്രെങ്ത് തന്നെയാണുള്ളത്. അവിടുത്തെ ഡോക്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് 180, 200-ന് താഴെയാണ് യഥാർത്ഥത്തിലുള്ളത്. ഈ ജില്ലയ്ക്ക് അവിടെ നഷ്ടപ്പെട്ടത് സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തികകളായിട്ടുള്ള, ജനറൽ ആശുപത്രിക്ക് മാത്രം ലഭിക്കേണ്ട തസ്തികകളായിട്ടുള്ള വളരെ
തസ്തികകൾ നഷ്ടപ്പെടുന്നു, ആ ബെഡൊക്കെ നഷ്ടപ്പെടുകയും പകരം മെഡിക്കൽ കോളേജ്, നമ്മൾ സാധാരണ പറയാറുണ്ട് ഇല്ലത്തുനിന്ന് വിട്ടുകയും ചെയ്തു എന്നാൽ അമ്മാത്തെത്തിയതുമില്ല എന്ന് പറയുന്ന പോലെയുള്ള ഒരവസ്ഥയാണ് ഉണ്ടായത്. ആ നമ്മുടെ ഇത്രയും വലിയൊരു ലൊക്കാലിറ്റിയിൽ നിന്ന് വരുന്ന നമ്മുടെ സാധുക്കളായ പാവങ്ങളായ ഒരുപാട് രോഗികൾക്ക് യഥാർത്ഥത്തിൽ ആ മെഡിക്കൽ കോളേജ് കൊണ്ട് നഷ്ടമാണ് ഉണ്ടായത്. അപ്പോൾ ആ കാലത്ത് കൊണ്ടുവന്ന ഭരണകർത്താക്കളുടെ ഒരു വിഷൻ്റെ പോരായ്മ തന്നെയായിരുന്നു. നമ്മൾ വിഷൻ ഉണ്ടാക്കുമ്പോൾ കൂടിയായ ചർച്ചകളിലൂടെയും മറ്റുമൊക്കെ വളരെ നന്നായിട്ട് അതിനെ അവതരിപ്പിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ തലമുറയ്ക്ക് ഇവിടേക്ക് ജീവിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ എന്നുള്ളതാണ്. രണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ ജീവിക്കാനുള്ള ബേസിക് നീഡ്സുമായി ബന്ധപ്പെട്ട് അതിൽ രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത്. ഉദാഹരണമായിട്ട് 100 വർഷം പഴക്കമുള്ള ഒരു LP സ്കൂൾ ഇന്ന് പ്രവർത്തിക്കുന്നത്, ഞാൻ താമസിക്കുന്ന തൊട്ട് സമീപത്ത് 100 വർഷം വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നു. അവിടെ അതിന് സ്ഥലം ഏറ്റെടുക്കുന്ന ഒരു ചർച്ച വരുമ്പോൾ LDFും UDFും ചേരി തിരിഞ്ഞുകൊണ്ട് വർഷങ്ങളായിട്ട് അതിൻ്റെ ഭൂമി ഏറ്റെടുപ്പ് തടസ്സപ്പെടുത്തുന്നു. ഇത്തരം രീതിയിലുള്ള എന്താ പറയുക, കക്ഷി രാഷ്ട്രീയം പലപ്പോഴും യഥാർത്ഥമായ കാരണങ്ങളിൽ നിന്ന്, വികസന സ്വപ്നങ്ങളിൽ നിന്നൊക്കെ വഴിതിരിച്ച് വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ചുരുക്കിയാണ്. അപ്പോൾ പൊതുവെ നല്ലൊരു ചർച്ച ഇവിടെ നടന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ജനങ്ങളിലേക്ക് എത്തുകയും ജനങ്ങളിൽ ഇത്തരം, ഞാൻ മനസ്സിലാക്കുന്നത് മലപ്പുറം ജില്ലയുടെ ഈ ഇൻഫ്രാസ്ട്രക്ചറുകളിലെ അഭാവം, മറ്റ് ദൗർബല്യങ്ങളൊന്നും ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് എത്രത്തോളം അറിയാം എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട്. അത് പരിഹരിക്കുന്നുള്ള പ്രവർത്തനങ്ങൾ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അത്തരം കാര്യങ്ങളിലേക്ക് കൂടി നാം ജനങ്ങളെ അവബോധവാന്മാരാക്കുന്ന പ്രവർത്തനങ്ങൾ കൂടി സജീവമാണെന്ന് ഉണർത്തുന്നു. അടുത്തതായിട്ട് അബ്ദുൽ ലത്തീഫ്. സമയം അതിക്രമിച്ചു. സലീം സാറിനെ അവിടെ കണ്ടപ്പോഴാണ് ഞാൻ താങ്കളൊന്ന് ഒരിക്കൽ കൂടി കൺഗ്രാറ്റുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് സാർ. കാരണം വിജയഭേരി എന്ന മലപ്പുറത്തിനെ മാറ്റിമറിച്ച ഒരു പ്രോജക്റ്റ് താങ്കൾ കുറേ കാലം നയിച്ചൊരു വ്യക്തിയാണ്. അത് നേരിട്ടറിയുന്ന, അന്ന് മലപ്പുറത്ത് റിപ്പോർട്ടർ ആയതുകൊണ്ട് തന്നെ എനിക്ക് നേരിട്ടറിയാമായിരുന്നു. സന്തോഷം. 54% നിന്നും അത് 94, 98 ഉയർത്താൻ പറ്റി എന്നുള്ളത് ക്വൈറ്റ് എ ക്രെഡിറ്റബിൾ അച്ചീവ്മെൻറ്റ്. ക്യൂരിയോസിറ്റി യു സർ. നമ്മൾ വിഷനെ പറ്റി പറഞ്ഞു. യഥാർത്ഥത്തിൽ ധൈര്യക്കുറവും എന്താ പറയുക, ലാക്ക് ഓഫ് കൺവിക്ഷൻ ആണെന്ന് തോന്നുന്നു. ഒരു ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഡിസ്പാരിറ്റി കണ്ടുകൊണ്ട് അതിനെ മാറ്റുക എന്നുള്ള ഉത്തരവാദിത്വം തങ്ങൾക്കുണ്ടെന്ന് മനസ്സിലാക്കേണ്ടവനാണ് ഭരിക്കുന്നവർ. അതിനുള്ള ധൈര്യം കാണിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മളത് ചെയ്യാം. അവിടെയാണ് ധൈര്യം എന്ന് പറയുന്ന സാധനം, പൊളിറ്റിക്കൽ വില്ല് എന്ന് പറയുന്ന സാധനം. വില്ല് കാട്ടേണ്ട സമയത്ത് കാണിക്കുക വേണം. അത് കാണിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഓരോ വർഷവും നിലവിളി കൂട്ടുമ്പം കുറച്ച് തൽക്കാലം 10% സീറ്റ് ഇവിടെ, 10% അവിടെ ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ താൽക്കാലികമായിട്ട് കൊണ്ടുപോകുന്നത്. കഷ്ടമാണ്, ശരിക്കും കഷ്ടമാണ് എന്ന് പറഞ്ഞാൽ കഷ്ടം തന്നെയാണ്. അതിൻ്റെയൊക്കെ ദുരിതം അനുഭവിക്കുന്നത് നമ്മുടെ മക്കളും തന്നെയാണ്. പിന്നെ ഒന്നുള്ളത്, നമ്മുടെ ക്വാളിറ്റിയിൽ അങ്ങേയറ്റം എക്സാം എന്ന് പറഞ്ഞ സാധനം എന്തിനുള്ളതാണ്? പരീക്ഷ എന്ന് പറയുന്നത് കഴിവുള്ളവനെ വിജയിപ്പിക്കാനും കഴിവ് കുറഞ്ഞവനെ പിന്നിലോട്ടാക്കാനുള്ളതാണ്. അത് മാറ്റിമറിച്ചുകൊണ്ട് എല്ലാവരും കടന്നു പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിലൊന്നും നിവൃത്തിയില്ല. എല്ലാവർക്കും നിങ്ങൾ +2 മാത്രമേ നിങ്ങൾ ബഹളം ഉണ്ടാക്കുന്നുള്ളൂ. +2 സീറ്റില്ല എന്ന് മാത്രമേ ബഹളം ഉണ്ടാക്കുന്നു. അതിന് എന്തുകൊണ്ട് മേലോട്ട് പോകുമ്പോൾ നിങ്ങൾ ആരും മിണ്ടുന്നില്ല? ഇത്ര സീറ്റ്സ് ഇല്ല. അവിടെ ട്രിക്കിൾ ഡൗൺ ചെയ്യുന്നുണ്ട്. ആ ട്രിക്കിളിംഗ് ഡൗണിൻ്റെ പ്രോസസ്സ് തന്നെയാണ് ഈ +2 SSLCയിൽ നടക്കുന്നത്. അവിടെ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. എന്താ പറയുക, മുഴുവൻ പേര് SSLC പാസ്സാക്കിക്കൊണ്ട് കുട്ടികളുടെ മനസ്സിന് താങ്ങാൻ കഴിയില്ല തോറ്റു കഴിഞ്ഞാൽ എന്നുള്ള ആ ഒരു ഇതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. തോൽക്കാൻ അർഹനായവൻ തോൽക്കന്നെ വേണം, എങ്കിലേ അവൻ പഠിക്കുകയുള്ളൂ. തോൽവിയിൽ നിന്നും പഠിക്കാനുണ്ട്. തോൽവിയാണ് ഏറ്റവും വലിയ പാഠമെന്ന് പറയാറുണ്ട് നമ്മൾ. സോ അതിൽ മാറ്റങ്ങൾ വരണം എന്ന് തന്നെയാണ് പറയുന്നത്. കൂടുതലില്ല, സമയം കഴിഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഇനി ഒരു ഓഡിയൻസിന് 1 or 2 ചോദ്യം ചോദിക്കാം. ചോദ്യം മാത്രമായിരിക്കണം, പ്രസ്താവന ആയിരിക്കരുത് കേട്ടോ. ചോദ്യം മാത്രം.
ഓഡിറ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള ഒരു ഐഡിയ നമ്മുടെയൊക്കെ തന്നെ ഉള്ളിലുണ്ട്. അപ്പം ഇതേ റെപ്രസെൻറ്റേഷൻ തന്നെയാണ് നമ്മുടെ ലീഡേഴ്സിന് വരുന്നത്, അല്ലെങ്കിൽ മലപ്പുറത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആർക്കും ഇങ്ങനെ ഒരു ഭയം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പിന്നോട്ട് വലിക്കുന്ന ഒരു സാധനം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് പൗരാവകാശത്തിൻ്റെ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് എത്രമാത്രമാണ് കാണാൻ കഴിയും? ആരോട് ചോദ്യം? ഏതെങ്കിലും പെർട്ടിക്കുലർ ആരോടാണോ? അല്ല, ആൻസർ ചെയ്യും. ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സർവ്വ ജീർണതകളെയും സമൂഹത്തിൽ നിന്ന് ഉച്ചാടനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണല്ലോ. യഥാർത്ഥത്തിൽ മനുഷ്യനെ കൂടുതൽ പച്ചയായ മനുഷ്യനാക്കി, ഒരു പ്രാകൃതനെ മനുഷ്യനാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണല്ലോ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഓരോരുത്തർ ആർജിച്ച വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരമനുസരിച്ചാണ് ഇത്തരത്തിലുള്ള ചിന്തകളും ജീർണതകളൊക്കെ സമൂഹത്തിൽ ഉള്ളത്. കൃത്യമായിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, സഫീന മാഡം നേരത്തെ പറഞ്ഞതുപോലെ സ്വത്വബോധം പ്രശ്നമാകുന്നുണ്ട് പലർക്കും, ഐഡൻറ്റിറ്റി പ്രശ്നമാണ്. അതിനെ നമുക്ക് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ട് സധൈര്യം മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഒളിപ്പിച്ചു വെക്കലിൻ്റെയോ അല്ലെങ്കിൽ ഉൾവലിയലിൻ്റെയോ ഒന്നും ആവശ്യമില്ല. കൃത്യമായിട്ട് അതിനെ അഡ്രസ്സ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് പരിഹാരം. ഉണ്ടോ? ആർക്കും ചോദിക്കാനുണ്ടോ? ചോദ്യമില്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ഇത് ചെയ്യാം. സത്യത്തിൽ വളരെ സന്തോഷമുണ്ട്, വളരെ നന്നായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ വീണ്ടും ജേർണലിസ്റ്റുകളെ ഒന്ന് കുറ്റപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. ഈ വിഷനില്ലാതൊക്കെ ലീഡേഴ്സ് ആകാനുള്ള ഒരു പ്രധാന കാരണം എനിക്ക് തോന്നുന്നത് മീഡിയകളാണ്. ഇതൊക്കെ ചർച്ചയാക്കണ്ടേ ഈ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത്? ഞാൻ ചോദിക്കട്ടെ, 2020 കേരളം ഇനി ഇവിടെ നിന്നൊരു പുതിയ ഫേസിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മൾ നോളജ് എക്കണോമിയിലേക്കാണ് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് ഒരു നോളജ് സ്റ്റേറ്റ് ആകുന്നത് ഈ 4 വർഷം കൊണ്ട് അതിലേക്ക് എത്ര സ്റ്റെപ്പ് നമ്മളെ ഗവൺമെൻറ് വെച്ചു? അത് നിങ്ങൾ മറുപടി പറയണം. അതെ, മറുപടി പറയണം. ഞാൻ ചോദിക്കട്ടെ, അതിൻ്റെ ഭാഗമായിട്ട് ഈ മലബാർ എഡ്യൂക്കേഷൻ മൂവ്മെൻറ്റ് ഉണ്ടായത് എങ്ങനെയാണ്? അന്ന് ഈ നൂതന കോഴ്സുകൾ കൊടുക്കുന്നു. 2021 നൂതന കോഴ്സ്, അത് വേറൊരു സംഗതിയാണ്. കാരണം അടുത്ത 2ാം സർക്കാർ വരാൻ വേണ്ടിയിട്ട് കുറച്ച് മധുരം കൊടുക്കണം, ഞങ്ങൾക്കറിയാം. പക്ഷേ എന്നിരുന്നാലും ഈ വിദ്യാഭ്യാസ രംഗത്ത് താല്പര്യമുള്ള ആളുകൾ എന്നുള്ളവർക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും വിഹിതം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ മാനയം നിറഞ്ഞ് കാത്തു നിന്നു. എന്താ ഉണ്ടായത്? അന്ന് കൊടുത്ത കോഴ്സുകൾക്ക് ഇവിടെ ആശിം സാർ നേരത്തെ പറഞ്ഞു, ഇല്ലാത്ത വ്യവസ്ഥകൾ വെച്ചു. നാക്ക് A++ ഗ്രേഡ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് മലബാറിലാകെ അമൽ കോളേജ് മാത്രമാണ് നാക്ക് A++ അന്ന് ഒരു കോളേജ് പോലില്ല. അന്ന് ആ വ്യവസ്ഥ വെച്ചു. ഏതെങ്കിലും പത്രം ചെകഞ്ഞോ ഇത് ജനാധിപത്യ വിരുദ്ധമാണ്? ഒരാൾ പറഞ്ഞു, ആരറിയോ? ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ വൈസ് ചെയർമാൻ രാജൻ ഗുരുക്കൾ. അദ്ദേഹം സുഖമല്ല, അദ്ദേഹം ഒരു നല്ല പോസ്റ്റില്ല. അദ്ദേഹം പറഞ്ഞു, ഇത് അന്ത്യോദയ സമീപനത്തിൽ തെറ്റാണ്, ജനാധിപത്യ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ്, ഏറ്റവും അടിത്തട്ടിലുള്ള കോളേജിനാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഗ്രിയും PG ആണ്. ആ സമയത്ത് അത് കിട്ടാൻ A++ വേണമെന്നുള്ളത് അവിടെ നിലനിർത്തിയിട്ട് എന്നാൽ ഇവർക്കും അപേക്ഷിക്കാന്നുള്ള ഒരു ഔദാര്യം. അങ്ങനെ ഇവിടെ നിന്നൊക്കെ അപേക്ഷിച്ചിട്ട് 213 കോഴ്സ് കണക്ക് ഞാൻ തരാം. 213 കോഴ്സിൽ ആദ്യത്തെ ബാച്ചിൽ 50 താഴെ കോഴ്സ് മാത്രമാണ് മലബാർ മേഖലയിലേക്ക് വന്നത്. ആ വന്ന കോഴ്സുകൾ ഇന്നോവേറ്റീവ് കോഴ്സുകളല്ല. അവിടെയൊക്കെ ഏതെങ്കിലും ആർക്കെങ്കിലും വർക്ക് ലോഡ് കമ്മി ഉണ്ടെങ്കിൽ അവിടുത്തെ അധ്യാപകർ എഴുതി കൊടുത്തു അവർക്ക് എന്ത് ഇന്നോവേറ്റീവ് കോഴ്സ്. അതിന് ZSR അതിനെ പറ്റി ലേഖനം മാധ്യമത്തിൽ എഴുതുക. ഇപ്പം ഇവിടേക്ക് അത് വന്നിട്ടില്ല. മാത്രമല്ല, അന്ന് മലബാർ എഡ്യൂക്കേഷൻ മൂവ്മെൻറ്റിൻ്റെ ഇടപെടലുകൊണ്ട് കുറച്ച് ഗവൺമെൻറ് കോളേജിലോടും ഒരു 2-3 ഓറിയൻ്റൽ കോളേജിലൊക്കെ കോഴ്സുകൾ അനുവദിച്ചു. ഇതാണ് ഉണ്ടായ സംഭവം. ആരെങ്കിലും ഈ അന്യായം ചോദ്യം ചെയ്തോ? ഒന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ ഈ കുട്ടികൾ ഇങ്ങനെ ഡ്രെയിൻ ഔട്ട് അവസാനിപ്പിക്കുക, ഒന്നുകൂടി ഡ്രെയിൻ ഔട്ട് ആകുന്നുണ്ടല്ലോ കുട്ടികൾ, ഇല്ലേ? 30% ഒക്കെ ഉള്ള കുട്ടികൾ പിന്നെ പോവുകയാണ്. അപ്പോൾ ഈ കുട്ടികൾ പോകുന്നതിൻ്റെ ഒരു കാരണം എന്താ പറയുക? ഇപ്പോൾ ഫിസിക്സിൽ 3 കുട്ടികൾ ഇന്നലെ ഇവിടെ പറയാം. ആ ഫിസിക്സിനെ ഒന്ന് പിന്നെ പുനഃസംഘടന നടത്തണ്ടേ? എത്രയോ ജാമ്പോൻ്റെ കാലത്തുള്ള സിലബസാണ് പഠിപ്പിക്കുന്നത്. ആരെങ്കിലും അന്വേഷണം നടത്തിയോ? ഇവിടെ സാറുണ്ടല്ലോ, ZSR സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കൂടെ ഡാറ്റ അനലിറ്റിക്സ് കൂടി വന്നപ്പോൾ കുട്ടികൾ കൂടിയെന്നാണ് പറഞ്ഞത്.
സിമ്പിളാ കാര്യം. ഈ സർവകലാശാലകളൊക്കെ എന്താ ചെയ്യണമെന്ന് ജേർണലിസ്റ്റുകൾ നോക്കിയോ? അപ്പൊ ആഴത്തിൽ പോകാൻ നിങ്ങളും നമ്മളൊക്കെ കൂട്ടുത്തരവാദികളാണ്. സിവിലിയൻസും ജേർണലിസ്റ്റുകളും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാവരും ഇതാണ്. അതുകൊണ്ട് അതാണ് പറഞ്ഞത്, ഇതൊരു മാറ്റത്തിൻ്റെ ഒരു തുടക്കമാണ്. ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറയട്ടെ. ഇതേമാതിരി ഒരു അടിയന്തരം ഇവിടെ നടന്നിട്ട് ഏതെങ്കിലും ഒരു പത്രത്തിൽ നിന്ന് വാർത്ത വന്നു? വളരെ പ്രസക്തമായ ചോദ്യമാണ്. നമുക്കിത് അവസാനിപ്പിക്കേണ്ട ഒരു സമയം വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം. നമ്മളിങ്ങനെ കുറേ കാലമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ നിങ്ങൾ ഭരിച്ചില്ലേ ഈ ചോദ്യം. നേരത്തെ PV ജിജോ നേരത്തെ ഇവിടെ പറഞ്ഞു, വിദ്യാഭ്യാസ മന്ത്രിമാർ കൂടുതലും മലപ്പുറം ജില്ലയിൽ നിന്നല്ലേ. നമ്മൾ വേറൊരു ചോദ്യം ചോദിക്കാമല്ലോ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാർ ഏറ്റവും കൂടുതൽ വന്ന എവിടുന്നാണ്? EMS എവിടുന്ന് വന്ന? പിന്നെ മലബാറുകാരനായിരുന്നു. പിന്നെ EK നായനാർ മലബാറുകാരനായിരുന്നു. K കരുണാകരൻ മലബാറുകാരനാണ്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മലബാറുകാരൻ. എന്നിട്ട് വല്ലതും ഉണ്ടായോ? അങ്ങനെ ഒരു മലബാറുകാരനെ ഇവിടുന്ന് ഇതൊരു വിഷ്യസ് സർക്കിളാണ്. ഈ ആന്റി മലബാർ ലോബി എന്ന് പറയുന്നത് IASകാരും എല്ലാവരും കൂടിയുള്ള ഒരു വിഷ്യസ് സർക്കിളാണ്. അതുകൊണ്ട് ഇങ്ങനെ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇനി മലബാറുകാരുടെ മുമ്പിൽ വരരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് നന്ദി പ്രകാശിപ്പിക്കാനായിട്ട് നമ്മുടെ ഡോക്ടർ മുഹമ്മദ് കുട്ടി. സുഹൃത്തുക്കളെ, സമയം വളരെ ലിമിറ്റഡ് ആണ്. നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പത്രപ്രതിനിധികളായ NP ജിഷാർ സാർ, മീഡിയ വൺ, ജിജോ സാർ, ദേശാഭിമാനി, സഫീന മാഡം, മനോരമ, അലവിക്കുട്ടി സാർ, മാതൃഭൂമി, നഹ സാർ, ഹിന്ദു, അതുപോലെ ഈ പ്രോഗ്രാമിന് സ്വാഗതം പറഞ്ഞ നാസിർ സാർ, നമ്മുടെ ചെയർമാൻ, അതുപോലെ CH ചെയറിൻ്റെ അധ്യക്ഷനായ ഈ പ്രോഗ്രാം മോഡറേറ്റ് ചെയ്ത ഖാദർ പൊലായി സാർ, ഈ പരിപാടി ഏറ്റവും താല്പര്യത്തോടു കൂടി വീക്ഷിച്ച നിങ്ങളേവർക്കും നന്ദി ഞാൻ വളരെ ഒറ്റ വാക്കിൽ ചുരുക്കുകയാണ്. ഇനി എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ് കൂടി ജസ്റ്റ് ഒന്ന് പറയാണ്. ഇവിടെ ആരും മറ്റൊരാൾ അപരനായി കാണുന്നില്ല. എല്ലാവരും ഇവിടെ പ്രശ്നമുണ്ട് എന്ന പ്രോബ്ലം അംഗീകരിച്ചു എന്നല്ല, അവരത് തിരിച്ചറിഞ്ഞവരാണ് നേരത്തെ. അത് പ്രകടിപ്പിക്കുന്ന ഭാഷയ്ക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. അത് ആ പത്രത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യം കൂടിയാണ്. അതൊരു ലാർജ് ഒരു ടീമിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഒരു പത്രം. അപ്പോൾ അതിൻ്റെ ലാംഗ്വേജിലേക്ക് ചെറിയ മോഡുലേഷൻസ് ഈ ഒരു കോൺഫറൻസിൻ്റെ ഔട്ട്കമായിട്ട് വരികയാണെങ്കിൽ ദാറ്റ് ഈസ് ദ സക്സസ് ഓഫ് ദ പീപ്പിൾ ഓഫ് മലബാർ, നോട്ട് ഓഫ് എനി ഓർഗനൈസേഷൻ ഓർ ദിസ് ഈവൻ. ഈ ജനങ്ങൾക്ക് അതാണ് വേണ്ടത്. നമ്മുടെ ടോണ് കുറച്ചുകൂടി പോസിറ്റീവായി കിട്ടിയാൽ അത് തന്നെയാണ് നമ്മുടെ നേട്ടം. താങ്ക് യു. ഈ പരിപാടി കഴിഞ്ഞ 2 o'clock ഷാർപ്പ് 2 o'clock നമ്മുടെ അടുത്തത് ടേബിൾ ടോക്കാണ്. വളരെ ഉത്തരവാദപ്പെട്ട പലരും പങ്കെടുക്കുന്ന പ്രോഗ്രാമാണ്. എല്ലാവരും 2